പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. പെന്തിക്കോസ്റ്റ് നാൾ മുഴുവനായി വന്നു കഴിഞ്ഞപ്പോൾ, ആൻഡ് വെൻ ദി ഡേ ഓഫ് പെന്തിക്കോസ്റ്റ് വാസ് ഫുള്ളി കം, പെന്തിക്കോസ്റ്റ് നാൾ വന്നപ്പോൾ. ദയവായി വായിച്ച് ആരംഭിക്കാം. എങ്കിലും ആദ്യത്തെ 4 വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആക്ട്സ് ചാപ്റ്റർ നമ്പർ 2 and verses 1 through 4. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവിടെ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പെന്തിക്കോസ്റ്റ് നാൾ വന്നു കഴിഞ്ഞപ്പോൾ, ഇംഗ്ലീഷിൽ വായിക്കുന്നു, when the day of Pentecost was fully come. പെന്തിക്കോസ്റ്റ് നാൾ വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഭൂമിയിലേക്ക് അയക്കുവാനുള്ള പരിശുദ്ധാത്മാവിനെ പിതാവായ ദൈവം അയക്കുകയും, ഇന്ന് നമ്മൾ വായിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയും അവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ സംസാരിക്കുകയും അവർ അന്യഭാഷകളിൽ സംസാരിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ കാണത്തക്കതുപോലെ, കേൾക്കത്തക്കതുപോലെ, അനുഭവങ്ങളുടെ ആഴങ്ങൾ തുറക്കത്തക്കതുപോലെ പെന്തിക്കോസ്റ്റ് നാൾ മുതൽ ഇന്നുവരെയും വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾ ഇന്നും നമ്മുടെ നടുവിലുള്ളതിനാൽ കർത്താവിനെ സ്തുതിക്കുന്നു. അന്ന് ദൈവത്തിൻ്റെ ദിവസമായി കഴിഞ്ഞപ്പോൾ, ഒരു ദിവസം നേരത്തെയല്ല, ഒരു ദിവസം കഴിഞ്ഞിട്ടുമല്ല, at the right time. എന്ന് ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നവരോട് പറയട്ടെ, തക്ക സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ദൈവം ചെയ്തിരിക്കും. അതിന് വിരോധമായി പ്രവർത്തിക്കുന്ന, സമയങ്ങളെ മാറ്റുവാൻ നിൽക്കുന്ന എല്ലാ ശക്തികൾക്കും മീതെ ഇന്ന് വിശ്വസിക്കുകയും ആത്മാവിൽ ജയമേറ്റെടുക്കുകയും ചെയ്യുന്നവർക്ക് ദൈവത്തിൻ്റെ തക്ക സമയമാകുമ്പോൾ വിടുതലുകൾ വന്നിരിക്കും. തക്ക സമയമായപ്പോൾ പ്രാർത്ഥനയുടെ മറുപടികൾ, തക്ക സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ, തക്ക സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറുന്നത് ദൈവത്തിൻ്റെ വലിപ്പത്തെ കാണിക്കുന്നതാണ്. സോ തക്ക സമയമായപ്പോൾ, പെന്തിക്കോസ്റ്റ് നാൾ വന്നു കഴിഞ്ഞപ്പോൾ, ആർക്കും തടയുവാൻ കഴിയാത്തതുപോലെ പ്രതീക്ഷിക്കാതിരുന്നപ്പോൾ തന്നെ, ഒരുപക്ഷേ അന്ന് നടക്കും, അന്നിങ്ങനൊരു സംഭവം ഉണ്ടാകും എന്നാരും പ്രതീക്ഷിക്കാതിരുന്നപ്പോൾ അവരുടെ മേൽ ആത്മാവിനെ ദൈവം അയച്ചു. When the day of Pentecost was fully come. ആ യോവേൽ പ്രവാചകൻ പറഞ്ഞ ആ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിക്കുന്നില്ല. അവിടെ പറയുന്നു, അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ പകരും എന്ന് വാക്ക് പറഞ്ഞതുപോലെ ദൈവം തൻ്റെ ആത്മാവിനെ പകർന്നിരിക്കുകയാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് വാക്ക് പറഞ്ഞ കർത്താവിന് പറവാനുള്ളത് മതത്തെ ആസ്പദിച്ചല്ല, രാജ്യത്തെ ആസ്പദിച്ചല്ല, യാതൊരു വ്യത്യാസവും കൂടാതെ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ പകരും എന്ന് വാക്ക് പറഞ്ഞവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്ക് മാറാത്തവൻ. ഇന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ, പ്രാർത്ഥിക്കുന്നവരുണ്ടോ, വാഗ്ദത്തം ഓർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ പറയട്ടെ, ആ വാഗ്ദത്തം ഏറ്റുപറഞ്ഞാൽ, ആ വാഗ്ദത്തത്തെ ആസ്പദിച്ച് പ്രാർത്ഥിച്ചാൽ, വചനം ഉദ്ധരിച്ച് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ദൈവം ചെയ്തിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ പദ്ധതി ആണെങ്കിലും കാത്തിരിക്കുന്നവർ കാത്തിരിക്കുകയും പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവർത്തികൾ വരുന്നത്. ഓഫ് കോഴ്സ് ഞാനത് 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് മോശയോട് ദൈവം പറഞ്ഞു, മോശെ നീ ഒരു കാര്യം ചെയ്യണം, എൻ്റെ ജനത്തെ അവരുടെ കണ്ണുനീർ കണ്ടിരിക്കുകയാൽ, അവരുടെ കരച്ചിലിൻ്റെ ശബ്ദം എൻ്റെ കാതുകളിൽ എത്തിയിരിക്കുകയാൽ ഞാൻ നിന്നെ കണ്ടിരിക്കുകയാണ്. നീ അവരെ കൊണ്ട് ചെങ്കടൽ കടന്ന് അവരെ എൻ്റെ വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകണം. ഡീറ്റെയിൽസ് ഒന്നും നൽകിയില്ലെങ്കിലും ദൈവം മോശയ്ക്കൊരു ദൗത്യം ഏൽപ്പിച്ചു. മോശയുടെ പദ്ധതി അല്ല ഇത്, മോശയുടെ ആശയമല്ല, മാത്രമല്ല മോശയ്ക്ക് ഇതിൻ്റെ അകത്ത് വലിയ താല്പര്യവുമില്ല. അടിയനിതാ, എങ്കിലും അഹരോനെ അയക്കുക, വേറെ ആരെങ്കിലും അയക്കുക, എന്നെ അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, അതൊക്കെ വേറെ വിഷയം, നിന്നെ തന്നെ എനിക്ക് വേണം, കാര്യം നീ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനാൽ 2 വർഷങ്ങളെങ്കിലും മിസ്രൈം രാജ്യത്ത്, ഗോഷൻ ദേശത്ത് മോശ തൻ്റെ ജനത്തോടു കൂടെയായിരുന്നു. അനേക പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ബാധകൾ വരെ അവിടെ സംഭവിച്ചു. 2 വർഷങ്ങൾ ഏകദേശം അവിടെ നടന്നു. അത് കഴിഞ്ഞപ്പോൾ ജനവുമായി ചെങ്കടലിൻ്റെ തീരത്ത് വന്ന് നിൽക്കുകയാണ്. അവിടെ വന്ന് നിൽക്കുമ്പോൾ മോശ പ്രതീക്ഷിക്കാത്തതുപോലെ
ജനം തനിക്ക് വിരോധമായി തിരിയുന്നു. കല്ലെറിയുവാൻ, പിറുപിറുക്കുവാൻ തൻ്റെ സ്വന്തം ജനം തന്നെ തിരസ്കരിക്കുകയും തന്നെ കല്ലെറിയുവാൻ ഒരുങ്ങുകയും ചെയ്യുകയാണ്. എങ്കിലും മോശയ്ക്കൊരു കാര്യം അറിയാം. മോശയുടെ മുൻപിൽ ചെങ്കടലുണ്ട്, മോശയുടെ പിൻപിൽ ഇതാ വലിയൊരു സൈന്യം വന്നു നിൽക്കുന്നു. തൻ്റെ കൂടെ നിൽക്കുന്ന ജനം തന്നെ കല്ലെറിയുവാൻ നിൽക്കുന്നു. മോശയ്ക്കൊരു ചോദ്യമുണ്ട്, കർത്താവേ, ഞാൻ എന്തു വേണം? ഇതെൻ്റെ ഐഡിയ അല്ലായിരുന്നു, ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. എങ്കിലും ഞാൻ ഇങ്ങനൊരു പ്രശ്നത്തിൽ അകപ്പെടുവാൻ കാര്യം എന്താണ്? ദൈവത്തിന് പറയാനുള്ളത്, മോശേ, നീ കരയുന്നത് എന്ത്? നിന്റെ ജീവിതത്തിൽ എൻ്റെ പദ്ധതികൾ, എൻ്റെ പ്ലാനുകൾ നിറവേറണമെങ്കിൽ നീ ചെയ്യുന്നത്, നീ ചെയ്യേണ്ടത് നീ ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ പദ്ധതി വെളിപ്പെടുകയുള്ളൂ. മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരുന്നത് എൻ്റെ പദ്ധതിയായിരുന്നു. മിസ്രൈമിൽ നിന്നും എൻ്റെ ജനത്തെ വാഗ്ദത്ത ദേശത്ത് കൊണ്ടുപോകുന്നത് എൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. എങ്കിലും എൻ്റെ പദ്ധതി നടക്കണമെങ്കിലും നിനക്ക് ഇഷ്ടമില്ലാത്തിടത്ത് നിന്നെ വിളിച്ചുകൊണ്ട് വന്നു എന്ന് നീ വിചാരിച്ചാലും എൻ്റെ ഇഷ്ടം നടക്കണമെങ്കിൽ നീ ഒരു കാര്യം തിരിച്ചറിയണം. നിന്റെ കരം ഉയരേണ്ടിടത്ത് നിന്റെ കരം ഉയർന്നെങ്കിൽ മാത്രമേ എൻ്റെ പദ്ധതികൾ നടക്കുകയുള്ളൂ. മോശേ, നീ കരയുന്നതെന്തോ? മുൻപോട്ട് പോകുവാൻ ജനത്തോട് പറ, നിന്റെ വാക്കുകളിൽ ഞാൻ പ്രവർത്തിച്ചിരിക്കും. നിന്റെ കരമുയർത്തോ. നിന്റെ കരമുയർത്തുമ്പോൾ എൻ്റെ പദ്ധതികൾ നടന്നിരിക്കും. ഞാനൊരു കാര്യം വീണ്ടും പറയട്ടെ, ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഏറ്റുപറയുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും നമ്മൾ പ്രൊആക്റ്റീവായി ദൈവസന്നിധിയിൽ ചെയ്യേണ്ടത് ചെയ്യുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കാത്തിരിക്കുന്നവർ കാത്തിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നടന്നു. ദൈവത്തിന് പറയാനുള്ളത്, ഞാൻ സകല ജാതികളുടെ മേലും സകല വംശങ്ങളുടെ മേലും സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ അയക്കും. എങ്കിലും കാത്തിരിക്കുന്നവരുടെ ഒരു കൂട്ടം ആവശ്യമായിരുന്നു. കാത്തിരിക്കുന്നവർ കാത്തിരിക്കുവാൻ മർക്കോസിന്റെ മാളിക മുറിയിൽ ഇരുന്നപ്പോൾ തക്ക സമയമായപ്പോൾ ഇതാ ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെട്ടതായി അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു. മോശ പറയേണ്ടത് പറഞ്ഞ് ജനത്തോട് മുൻപോട്ട് പോകുവാൻ ആവശ്യപ്പെട്ടു. കരമുയർത്തുവാൻ ആവശ്യപ്പെട്ടതുപോലെ മോശ കരമുയർത്തി. താൻ ചെയ്യേണ്ടത് താൻ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ദൈവം ആരംഭിച്ചു. നമ്മളുടെ വാക്കുകളിൽ ശക്തിയുണ്ടോ, അർത്ഥമുണ്ടോ? അടുത്ത 1-2 വാക്യങ്ങൾ വായിക്കുവാൻ പോകുകയാണ്. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം എസെക്കിയേൽ പ്രവാചകനോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാലും. എസെക്കിയേൽ 37 and verse number 4. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. താങ്ക് യു. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഉണങ്ങിയ അസ്ഥികളോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഹേ പ്രവാചക, ഇത് പ്രവാചകന്റെ ആശയമാണോ? പ്രവാചകന്റെ ആഗ്രഹമാണോ? അല്ല. പ്രവാചകന്റെ ആശയവും ആഗ്രഹവും ഒന്നുമല്ല. എങ്കിലും ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഇഷ്ടം ഈ അസ്ഥികളിൽ നിറവേറണമെങ്കിൽ ഹേ പ്രവാചക, ഞാൻ പറയുന്നത് പോലെ നീ പ്രവചിച്ചേ മതിയാകൂ. ഞാൻ സംസാരിക്കുന്ന വാക്കുകൾ നീ സംസാരിച്ചില്ലെങ്കിൽ ഈ അസ്ഥികളിൽ എൻ്റെ പ്രവൃത്തികൾ നടക്കുകയില്ല. പ്രവാചകന് ചോദിക്കുവാനുള്ളത്, ഈ അസ്ഥികളോട് പ്രവചിച്ചിട്ട് എന്ത് കാര്യം? ഇവൾക്ക് കേൾക്കുവാൻ കാതുകളുണ്ടോ? ഇവർക്ക് കേൾക്കുവാൻ സാധിക്കുമോ? ചോദ്യോത്തരങ്ങൾക്ക് ഇവിടെ അവസരമില്ല. കർത്താവിന് പറയാനുള്ളത്, അസ്ഥികളോട് പ്രവചിക്കും. അസ്ഥികളോട് പ്രവചിക്കുവാൻ ആരംഭിച്ചു. യുക്തിക്കും ബുദ്ധിക്കും അപ്പുറം താൻ അസ്ഥികളോട് പ്രവചിക്കുവാൻ ആരംഭിച്ചപ്പോൾ അടുത്ത വാക്യത്തിൽ 7-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കും, ശബ്ദത്തിന്റെ മുൻപിൽ, വാക്കുകളുടെ മുൻപിൽ ദൈവത്തിന്റെ ചലനങ്ങൾ ആരംഭിക്കുന്നത് കാണുവാൻ സാധിക്കും. 37-ാം അധ്യായം 7-ാം വാക്യം. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി, അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. താങ്ക് യു. ഇതാ പ്രവചിക്കുന്ന പ്രവചന ശബ്ദങ്ങളുടെ മുൻപിൽ, വാക്കുകളുടെ മുൻപിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നത് പരിചയമുള്ളവർക്കറിയാം. എവിടെയെങ്കിലും ദൈവത്തിൻ്റെ വാക്കുകൾ ഉച്ചരിക്കുവാൻ, ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റുവാൻ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ പറയട്ടെ, അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് ആ വാക്കുകളുടെ പിൻപിൽ ചലിച്ചിരിക്കും. എന്നൊരു കാര്യം കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ ആരംഭിക്കുമ്പോൾ ദൂതന്മാർ അവരുടെ പ്രവൃത്തികൾക്കായി ഇറങ്ങിത്തിരിക്കും. വാഗ്ദത്തങ്ങൾ ഇന്ന് പകൽക്കാലം പ്രാപിച്ചിട്ടുള്ളവർ, ദൂതുകൾ കേട്ടിട്ടുള്ളവർ, പ്രവചന ശബ്ദം കേട്ടിട്ടുള്ളവർ, ആ പ്രവചനത്തിന്റെ ശബ്ദം ഒന്നുകൂടെ കേൾക്കുവാൻ ഒരുപക്ഷെ റെക്കോർഡ് ചെയ്തതായിരിക്കും, ഒരുപക്ഷെ അവരുടെ ഓർമ്മയിൽ നിന്നായിരിക്കും. അവരുടെ നാവുകളാൽ പറയുമ്പോൾ, ആ ശബ്ദം ധ്വനിക്കുമ്പോൾ പറയട്ടെ, ദൂതന്മാർ അവരുടെ ശുശ്രൂഷകളുമായി ഇറങ്ങും. കരമുയർന്നു കഴിയുമ്പോൾ ദൂതന്മാർ അവരുടെ പ്രവൃത്തികളുമായി ഇറങ്ങും. പെന്തിക്കോസ് നാൾ വരുമ്പോൾ സകല ജാതികളുടെ മേലും സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തവും പദ്ധതിയും നിറവേറണമെങ്കിൽ കാത്തിരിക്കും
ആഗ്രഹിക്കുന്നവരുടെ കൂട്ടം വേണം. ഇന്ന് അല്പം കൂടെ കടത്തി പറയട്ടെ, ഇന്ന് ചിലർ പറയുമോ, യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ ശക്തിയെ പ്രാപിക്കുവാൻ ഞങ്ങളുടെ ഭവനം ഇതാ തുറന്നിരിക്കുന്നു. ആ വാക്കുകളുടെ പിൻപിൽ ഇതാ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം ഭവനത്തിന്റെ അകത്തേക്ക് പകരുവാൻ ഇന്നും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ചില ഭവനങ്ങൾ ആത്മാവിന്റെ പ്രവൃത്തിക്കായി, ആത്മാവിന്റെ പകർച്ചയ്ക്കായി വിട്ടു കൊടുക്കുകയാണെങ്കിൽ, ആ പ്രാർത്ഥന ഉയരുകയാണെങ്കിൽ ഭവനങ്ങൾക്കകത്ത് ആത്മാവിന്റെ ചലനങ്ങൾ ഈ ദിവസങ്ങളിൽ വീണ്ടും ഉണ്ടായിരിക്കും എന്ന് ആത്മാവിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. മോശയുടെ പദ്ധതി അല്ലായിരുന്നെങ്കിലും മോശയുടെ വാക്കുകൾക്ക് അർത്ഥമുണ്ടായിരുന്നു. മുൻപോട്ട് പോകുവാൻ ജനത്തോട് പറക. മോശയുടെ പദ്ധതിയും താല്പര്യവും അല്ലായിരുന്നെങ്കിലും മോശ നിന്റെ കരമുയർത്തേണ്ടത് ആവശ്യമായിരുന്നു. ചെങ്കടൽ പിളർക്കുന്നത് പോലെ ഒരു കൊടിയ കാറ്റ് വീശി. ഹേ എസെക്കിയേലേ, യുക്തിക്കും ബുദ്ധിക്കും അപ്രമാണം തോന്നിയാലും എൻ്റെ വാക്കുകൾ പോലെ ഈ ഉണങ്ങിയ അസ്ഥികളോട്, വളരെ ഉണങ്ങിയ അസ്ഥികളോട്, അസ്ഥി താഴ്വരയിൽ കിടക്കുന്ന ഈ അസ്ഥികളോട് പ്രവചിക്കോ. പ്രവചനത്തിന്റെ ശബ്ദം, വാക്കുകൾ ഉയരുമ്പോൾ ഒരു മറിയയുടെ ശബ്ദം എലിസബത്തിന്റെ കാതുകളിൽ വീണപ്പോൾ ഉള്ളിൽ കിടന്ന് പിള്ളത്തുള്ളിയതുപോലെ ശബ്ദത്തിന്റെ അകത്തുണ്ടാകുന്ന ചലനങ്ങൾ വലുതാണ് എന്ന് മനസ്സിലാക്കി ചിലർ സ്തുതി സ്തോത്രത്തിന്റെ ശബ്ദമുയർത്തിയാൽ ഭവനത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെട്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. എങ്കിലും സമയത്തിന് അതിൻ്റെ പ്രത്യേകതയുണ്ട്. പെന്തിക്കോസ്ത് നാൾ വന്നു കഴിഞ്ഞപ്പോൾ 50 നാളുകളായി അവർ കാത്തിരിക്കുകയാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവർ യഹൂദന്മാരുടെ ഭയത്താൽ മുറിക്കകത്ത് വാതിലടച്ചിരിക്കുമ്പോൾ കർത്താവ് അതിൻ്റെ അകത്ത് വന്ന് നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം ഒരു വശത്ത് ശരിയാണെങ്കിലും പെന്തിക്കോസ്ത് നാൾ പൂർണ്ണമായി വരുന്നിടം വരെയും ആത്മാവിനെ പകർന്നു കൊടുക്കുവാൻ സാധിച്ചില്ല. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം ചില കാലങ്ങളെയും സമയങ്ങളെയും വെച്ചിട്ടുണ്ട്. ഉണർവിന് വേണ്ടി ഈ ദിവസങ്ങൾ ഒരുങ്ങിയിരിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ കാലങ്ങൾ നമ്മൾ തിരിച്ചറിയുവാൻ തക്ക സമയത്ത് ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കും എന്ന് മറക്കരുത്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ദൈവത്തിൻ്റെ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റിമറിക്കുവാൻ നിൽക്കുന്ന ഒരു എതിർ ക്രിസ്തുവിൻ്റെ ശക്തിയുമുണ്ട് എന്ന് മറക്കരുത്. കുറച്ചും കൂടെ കഴിയുമ്പോൾ എതിർ ക്രിസ്തുവിനെ കുറിച്ച് ചുരുക്കമായി പറയുവാനും ആഗ്രഹിക്കുന്നെങ്കിലും ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ ശക്തിയെക്കുറിച്ച്, ദ സ്പിരിറ്റ് ഓഫ് ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ കുറിച്ച് കാണുവാൻ സാധിക്കും. ഡാനിയേൽ ചാപ്റ്റർ നമ്പർ 7 and verse number 25. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ പരിശ്രമിക്കുന്ന ഒരു എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ കുറിച്ച് ഇവിടെ പറയട്ടെ. ഓഫ് കോഴ്സ് ആ വ്യക്തിത്വത്തെക്കുറിച്ചും ആ സിസ്റ്റമിനെ കുറിച്ചും ഒക്കെ പറയുന്ന ആഴമേറിയ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ ഇന്ന് പറയുവാൻ സമയമെടുക്കുന്നില്ല, ഇപ്പോൾ സമയമെടുക്കുന്നില്ല. എങ്കിലും ആ സ്പിരിറ്റിൻ്റെ പ്രത്യേകത, ആത്മാവിൻ്റെ പ്രത്യേകത കാലങ്ങളെയും ഇല്ലെങ്കിൽ സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ പരിശ്രമിക്കും. എവിടാണ് ദൈവത്തിൻ്റെ നിയമങ്ങൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നതിനെ മാറ്റിമറിക്കുവാൻ ലോകത്തിൻ്റെ ചരിത്രം നോക്കിയാൽ കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ ജനത്തിന് കൊടുത്തിരുന്ന കലണ്ടർ പോലും മാറ്റി ഇന്ന് കലണ്ടറിൽ പോലും നമ്മൾക്ക് ദൈവത്തിൻ്റെ പദ്ധതികളെ മനസ്സിലാക്കുവാൻ കഴിയാത്തതുപോലെ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുവാനുള്ള എതിർ ക്രിസ്തുവിൻ്റെ വ്യാപാരം, അതിൻ്റെ ആത്മാവ് ഇന്നലെയും ഇന്നും തുടങ്ങിയതല്ല. ലോകത്തിൻ്റെ ആരംഭം മുതൽ ഉള്ളൊരു എതിരാളിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. എങ്കിലും നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ദൈവം തന്നെ തൻ്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാലങ്ങളും സമയങ്ങളുമുണ്ട്. ജസ്റ്റ് ഫോർ എ ക്വിക്ക് റെഫറൻസ്, അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നു, പിതാവ് തൻ്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാലങ്ങളും സമയങ്ങളും. വായിച്ചാട്ടെ. ആക്ട്സ് ചാപ്റ്റർ നമ്പർ 1 and verse number 7. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ഞാൻ ഒരു കാര്യം സഭയോട് വിളിച്ചു പറയട്ടെ. അധികം കഴിയുന്നതിന് മുൻപേ ദൈവം പദ്ധതി വെച്ചിരിക്കുന്ന ചിലത് ദൈവം റിലീസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. തക്ക സമയമാകുമ്പോൾ നമ്മളുടെ കണ്ണുകൾ തുറന്ന് നമ്മളുടെ ജീവിതത്തിൽ അത് അനുഭവങ്ങൾ കാണത്തക്കതുപോലെ ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്തിരിക്കും. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പെന്തിക്കോസ്തിൻ്റെ സമയത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പെന്തിക്കോസ് ദിവസത്തെക്കുറിച്ച് പറയുന്ന 1-2 വാക്യങ്ങൾ കൂടെ വളരെ വേഗത്തിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആക്ട്സ് ചാപ്റ്റർ നമ്പർ 20 and verse number 16. കഴിയുമെങ്കിൽ പെന്തക്കൊസ്ത് നാളേക്ക് യെരുശലേമിൽ എത്തേണ്ടതിന്
പൗലോസ് ബന്ധപ്പെടുകയാൽ ആസിയിൽ കാലതാമസം വരരുത് എന്ന് വെച്ച് എഫേസോസിൽ അടുക്കാതെ ഓടേണം എന്ന് നിശ്ചയിച്ചിരുന്നു. കഴിയുമെങ്കിൽ പെന്തിക്കോസ് നാൾ ആകുമ്പോഴത്തേക്ക് യെരുശലേമിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നു. കാര്യം ദൈവത്തിന്റെ പദ്ധതികൾ ദൈവത്തിന്റെ സമയത്ത് ദൈവം റിലീസ് ചെയ്യുന്നത് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ ആ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ ചലിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ ഒറ്റ വാക്യം കൂടെ ഈ അധ്യായത്തിൽ വായിച്ചിട്ട് വേഗത്തിൽ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ അഗൈൻ പൗലോസ് അപ്പോസ്തലന്റെ ചില വാക്കുകൾ ശ്രദ്ധിക്കുവാൻ സാധിക്കും. എഫേസോസിൽ ഞാൻ പെന്തക്കൊസ്ത് വരെ പാർക്കും, എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. All right, ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ I will tarry until Pentecost because for a great and effectual door. ഞാൻ ആ സമയമാകുമ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം അറിയാം, ദൈവത്തിന്റെ ടൈം ടേബിളിൽ ഏതോ വലിയതും വിശാലവുമായ വാതിൽ തുറക്കുവാനുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ സമയത്തെക്കുറിച്ച് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുകയാൽ ആ സീസൺ ആകുമ്പോൾ ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു. എനിവേസ് ഞാൻ അവിടെ അധികം നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും കർത്താവിന്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ ഈ പെന്റിക്കോസ്റ്റ് സൺഡേ കഴിയുമ്പോഴത്തേക്ക് ഒരു മേജർ ഷിഫ്റ്റ് ആകപ്പാടെ സംഭവിക്കുന്ന, ആത്മതലത്തിൽ സംഭവിക്കുന്നത് ആത്മീയരായിട്ടുള്ളവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ഞാൻ വിശ്വസിക്കുന്നു പലരും ആ സ്പിരിച്വൽ ഷിഫ്റ്റിൽ പെന്റിക്കോസ്റ്റ് ആ അനുഭവത്തിലേക്ക്, അതിൻ്റെ പുതുമകളിലേക്ക്, ഉണർവിലേക്ക് വരുവാൻ ദൈവം പലരെയും ശക്തീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത് വേഗത്തിൽ ചിന്തിച്ച് അതിനെക്കുറിച്ചൊന്ന് റിവൈസ് ചെയ്തിട്ട് ഇന്ന് എത്രയും പെട്ടെന്ന് ഉണർവിലെക്കുറിച്ച് തന്നെ പ്രാവചനിക ശബ്ദങ്ങളും ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലും ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അന്ത്യകാലത്തെക്കുറിച്ച് പറഞ്ഞ അന്ത്യകാലത്തിൽ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് ഓഫ് കോഴ്സ് ഇന്റർനെറ്റിൽ കിടപ്പുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ അവിടെ പോയി ശ്രദ്ധിക്കാം. ദ ലാസ്റ്റ് ഡേയ്സ്, അന്ത്യകാലങ്ങളെക്കുറിച്ചും ദി എൻഡ് ഓഫ് ടൈംസ്, കാലാവസാനത്തെക്കുറിച്ചും രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളായി പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. ദ ലാസ്റ്റ് ഡേയ്സ്, അന്ത്യകാലം, കർത്താവായ യേശുവിൽ കൂടെ പിതാവ് സംസാരിക്കുവാൻ ആരംഭിച്ചു. ഓഫ് കോഴ്സ് ബിഫോർ ദ ഇൻകാർണേഷൻ, കർത്താവിൻ്റെ ജനനത്തിന് മുൻപേ, ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപേ, പ്രീ ഇൻകാർണേറ്റ് ക്രൈസ്റ്റ്, കർത്താവ് ഈ ഭൂമിയിൽ വളരെ പ്രത്യക്ഷപ്പെട്ടതായി ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ദൂതന്മാർ ആരാധന അർഹിക്കാതിരിക്കുമ്പോൾ ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദൂതൻ എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട ദൂതന്മാർ വന്നപ്പോൾ അവിടെ പറയുന്നു, നിന്റെ കാലിൽ നിന്നും ചെരുപ്പഴിച്ചു മാറ്റുക. ഒരു ദൂതന്റെ മുൻപിൽ യോഹന്നാൻ അപ്പോസ്തലൻ വണങ്ങിയപ്പോൾ പറഞ്ഞു, നോ, ഞാൻ ആരാധനയ്ക്ക് യോഗ്യനല്ല. നമ്മൾ ആരാധനയ്ക്ക് യോഗ്യരല്ല, കാര്യം ദൈവത്തിന്റെ സൃഷ്ടികളാണ്. എങ്കിലും മറ്റു ചിലത്ത് ദൂതന്മാർ വന്നപ്പോൾ ദൈവത്തിങ്കിൽ നിന്നും വന്ന ദൂതനാണ് എന്ന് തിരിച്ചറിഞ്ഞവരുടെ മുൻപിൽ ആ ദൂതന്റെ സ്ഥാനത്ത് വന്ന ആ പ്രത്യക്ഷമായ ആ കർത്താവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയിപ്പിക്കുന്നത് പോലെ കാണുന്നത്, നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, ചെരുപ്പഴിച്ചു മാറ്റ്, ആരാധനയെ കാണിക്കുന്നതാണ്. ആരാധന സ്വീകരിക്കുന്ന ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്ന് പല പ്രാവശ്യവും പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കുമെങ്കിലും പിതാവ് പുത്രനിൽ കൂടെ അരുളി ചെയ്യുവാൻ കർത്താവിൻ്റെ ജനനത്തിന് ശേഷം ഈ ഭൂമിയിലെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ആ കാലങ്ങൾ മുതൽ അന്ത്യകാലം ആരംഭിച്ചതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. ആൻഡ് ദി എൻഡ് ഓഫ് ടൈംസ്, ഒരു ദിവസം ഇത് സകലതും കഴിയുന്ന ഒരു കാലാവസാനത്തെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചത്. രണ്ടിനെയും വ്യത്യസ്തമായി മനസ്സിലാക്കി. ഈ അന്ത്യകാലത്തിന് കർട്ടൻ വീഴുന്നതിന് മുൻപേ നമ്മൾ ചിന്തിച്ചു there will be a great revival, ഒരു വലിയ ഉണർവുണ്ടാകും. സകല ജാതികളിൽ നിന്നും അനേകർ ശിഷ്യന്മാരായി വരുന്നത് പോലെ അനേക ശിഷ്യന്മാരെ അല്ല, സഭയെ ഉണർത്തുന്ന കർത്താവിൻ്റെ പദ്ധതിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ആ ഉണർവിൻ്റെ ഉച്ചകോടിയിൽ നിൽക്കുമ്പോൾ കാഹളം ധ്വനിക്കുകയും, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ കാഹളം ധ്വനിക്കുകയും കണ്ണിമിക്കുന്നതിനിടയിൽ രൂപാന്തരം പ്രാപിക്കുകയും മരിച്ചവർ ആദ്യമേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം കർത്താവിനോട് ചേർക്കപ്പെടുകയും ചെയ്യും. ദ റാപ്ചർ, അതിനെക്കുറിച്ച് ചിന്തിച്ചു. മത്തായി സുവിശേഷം 24-ാം 25-ാം അധ്യായത്തിൽ നിന്നും നമ്മൾ വളരെ കാര്യങ്ങൾ ചിന്തിച്ചു. അതിനുശേഷം വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും 24 മൂപ്പന്മാരും അതുപോലെ സഭയുടെ റെപ്രസെൻറ്റേഷൻ സ്വർഗത്തിൽ കാണുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. ഞാനൊരു വാക്യം ഒന്നുകൂടെ പറയട്ടെ. സഭയെ ദൈവം ആക്കിയിരിക്കുന്നത്, പെന്തിക്കോസ് നാളിൽ ഉണർവിന് വേണ്ടി തയ്യാറാകുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം, സഭയുടെ സ്ഥാനം എന്ത്. വെളിപ്പാട് പുസ്തകത്തിൽ ആദ്യം കാണുന്ന 1000, 10,000, 10,000, 1,000 ആൾക്കാരുള്ള ഇല്ലെങ്കിൽ ദൂതന്മാരുള്ള ആ വലിയ സംഘത്തെ നോക്കി പറയുന്ന, സഭയെ റെപ്രസെന്റ് ചെയ്ത ഒരു കൂട്ടത്തെ നോക്കി പറയുകയാണ്, ആ വലിയ കൂട്ടം
ഏറ്റവും ഉയർന്ന പദവി ലഭിച്ച ഒരു കൂട്ടമാണ്, കിരീടങ്ങളുള്ളവരാണ്, അവർക്ക് സിംഹാസനങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന പദവി നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുവാൻ ഞാനൊരു വാക്യം, 2 വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. കൊലോസിയൻസ് ചാപ്റ്റർ നമ്പർ 1 ആൻഡ് വേഴ്സ് നമ്പർ 16. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ. ശ്രദ്ധിക്കണം, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ. ഒന്ന്, സിംഹാസനങ്ങൾ, ഏറ്റവും ഉയർന്നതായി സിംഹാസനങ്ങളെ കാണുവാൻ സാധിക്കും. 2, കർത്തൃത്വങ്ങളാകട്ടെ. കർത്തൃത്വങ്ങൾ. വാഴ്ചകളാകട്ടെ. 3, വാഴ്ചകൾ. അധികാരങ്ങളാകട്ടെ. 4, അധികാരങ്ങൾ. 4 ലെവലിലെങ്കിലും സ്വർഗത്തിലുള്ള പ്രധാനപ്പെട്ട അധികാരങ്ങളെ കാണിക്കുന്നതായി കാണുവാൻ സാധിക്കും. എങ്കിലും എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ ഒരു കാര്യം കാണാൻ സാധിക്കുന്നത്, വീണുപോയ ദൂതന്മാർ അവർ സിംഹാസനങ്ങളും ആധിപത്യങ്ങളും ഒന്നല്ല. വായിച്ചാട്ട് ഇവിടെ തൊട്ട് അവർ തുടങ്ങുന്നത്. വായിച്ചാട്ട് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം. നമുക്ക് പോരാട്ടമുള്ളത് സിംഹാസനങ്ങളോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് ഉയർന്ന ലെവലിൽ സ്വർഗത്തിൽ എന്നും ദൈവസന്നിധിയിൽ മറുതലിക്കാത്ത ശക്തികളോടല്ല, പകരം മറുതലിച്ച ചില ശക്തികളോടാണ് 3-ാമത്തെ ലെവൽ മുതൽ ആരംഭിക്കുന്നത് കാണുവാൻ സാധിക്കും. നമ്മൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. മതി, താങ്ക് യു. ലൂസിഫറും സാത്താന്യ ശക്തികളും അതിന്റെ പൂർണ്ണ ബലത്തിൽ സ്വർഗത്തിൽ നിന്നും ദൈവത്തിന് വിരോധമായി മറുതലിച്ചിറങ്ങിയ ഒരു കൂട്ടത്തെ നോക്കിയിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, വാഴ്ചകൾ, അധികാരങ്ങൾ അവയാണ് ദൈവത്തിങ്കിൽ നിന്നും മറുതലിച്ച് പിന്മാറിയത്. നമുക്ക് പോരാട്ടമുള്ളതും ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളും അധികാരങ്ങളും ആ തലത്തിലുള്ള ശക്തികളോടാണ്. അതുകൊണ്ട് തന്നെ ദൈവം പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ പദ്ധതിക്ക് വിരോധമായി മറുതലിച്ചെങ്കിൽ നിനക്ക് പകരമായി ഞാൻ കൊണ്ടുവരുന്ന ഒരു സഭയുണ്ട്. ആ സഭയുടെ പ്രത്യേകത അത് വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മീതെയായിരിക്കും. അത് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കും. അതിന് സിംഹാസനങ്ങൾ നൽകിയിരിക്കും, കിരീടങ്ങൾ നൽകിയിരിക്കും. വാഴ്ചകളും അധികാരങ്ങളും അതിന് താഴോട്ടുള്ള ശക്തികൾ എനിക്ക് വിരോധമായി പോരാടിയെങ്കിൽ, ഇല്ലെങ്കിൽ എനിക്ക് വിരോധമായി മറുതലിച്ചെങ്കിൽ, എനിക്ക് വിരോധമായി മാറിയെങ്കിൽ, അതിന് പകരമായി ഞാൻ തിരഞ്ഞെടുക്കുന്ന പൊടിയിൽ നിന്നും സൃഷ്ടിക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, അവരുടെ ഇടയിൽ നിന്ന് വട്ടവും മാലിന്യവും ഇല്ലാത്ത ചിലതിനെ ഞാൻ തിരഞ്ഞെടുത്ത് അവരെ ഞാൻ ഇരുത്തുമ്പോൾ, സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുമ്പോൾ, അവരെ വാഴ്ചകളും അധികാരങ്ങളുമായിട്ടല്ല ഞാൻ ഇരുത്തുന്നത്, പകരം വാഴ്ചകളെയും അധികാരങ്ങളെയും ദൂതന്മാരെയും ന്യായം വിധിക്കത്തക്കതുപോലെ സിംഹാസനങ്ങളിൽ ഞാൻ അവരെ ഇരുത്തും. അവർക്ക് അധികം സ്ഥാനം ഞാൻ നൽകിയിരിക്കും. ഇന്ന് പെന്തിക്കോസ്ത് ദിവസം സഭയുടെ ഭാഗമാകുവാൻ ഭാഗ്യം ലഭിച്ച ദൈവജനത്തോട് ഒരു കാര്യം ഓർപ്പിക്കട്ടെ. പിശാചിനും നമ്മളോടുള്ള പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, അവൻ്റെ പ്രശ്നം ഇതാണ്, ഞാൻ വാഴ്ചകൾ, അധികാരങ്ങൾ ആ സ്ഥാനത്തു നിന്ന് മാറിപ്പോയ ചിലതിന് പകരം ദൈവം ഭൂമിയിലെ പൊടിയിൽ നിന്നും സൃഷ്ടിച്ചെടുത്ത മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിലെ പദ്ധതി എന്തായിരുന്നു? അവരെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മീതെ സിംഹാസനങ്ങളിൽ, സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുക, കിരീടങ്ങൾ നൽകിയിരുത്തുക. നമ്മൾ ഭാഗ്യവാന്മാരാണ്, മറക്കല്ല. അതുകൊണ്ട് നമ്മൾക്ക് സ്വർഗസ്ഥലങ്ങളിൽ വലിയ സ്ഥാനമുണ്ട് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മളത് കണ്ടു. സിംഹാസനത്തിന് ചുറ്റും ഇരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ശ്രദ്ധിച്ച ഇതാണ്, ആ റാപ്ചർ, ഉൾപ്രാവണം, കർത്താവിൻ്റെ മടങ്ങി വരവ് കഴിയുമ്പോൾ ഇവിടെ സഭയ്ക്കകത്ത് വന്നു എന്ന് പറയുന്ന പലരും, ഓഫ് കോഴ്സ് ചിലർ ദൈവരാജ്യത്തിൽ കടക്കുക പോലുമില്ല. വായ്? കാര്യം വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ലെങ്കിലും ദൈവരാജ്യത്തിന് അകത്തല്ല, നീ പുറത്താണ്. സം ഓഫ് us നമ്മൾ അടുത്തു വരെ വന്നു എങ്കിലും അകത്ത് കടക്കാൻ സാധിക്കുന്നില്ല. കാര്യം പല കാരണങ്ങളാലാണ്. ചിലർ എങ്ങനെയോ അകത്ത് കടന്നു എങ്കിലും വളരെ വ്യക്തമായി ബൈബിൾ പറയുന്നു, അവർ അവകാശികളാകുകയില്ല. ദൈവരാജ്യത്തിൽ കടന്നെങ്കിലും അവർ ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ അവർ ചില കാര്യങ്ങൾ ചെയ്യണം. എങ്കിലും ദൈവരാജ്യത്തെ അവകാശമാക്കുകയും മാത്രമല്ല, അവകാശമാക്കിയാൽ മാത്രം പോരാ, ആദ്യജാതന്മാരുടെ സംഘത്തിൽ പേരെഴുതപ്പെട്ടവർ ഇരട്ടിപ്പങ്കിന് അവകാശമുള്ളവരായി ചിലർ വന്നു കഴിയുമ്പോൾ അവർ സിംഹാസനങ്ങളിൽ കിരീടങ്ങളുള്ളവരായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരായി മാറും. അങ്ങനെ പകുതി
ഒരു 50% ആൾക്കാർ എങ്കിലും നമ്മൾ വെയിൻ റെപ്രസെൻറ്റേഷൻ, ഒരു വെയ്ഗ് റെപ്രസെൻറ്റേഷൻ, ഒരു ചെറിയൊരു റെപ്രസെൻറ്റേഷന് വേണ്ടി മാത്രം പറയുക. 10 കന്യകമാരിൽ 5 കന്യകമാർ ബുദ്ധിയുള്ളവർ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടതുപോലെ, 20 വയലിൽ നിന്നവരിൽ ഒരാൾ ചേർക്കപ്പെട്ടതുപോലെ, പകുതി പേർ എന്ന് ഞാനങ്ങ് ഇപ്പോൾ പറയട്ടെ. അവർ ചേർന്ന് കഴിഞ്ഞാൽ ബാക്കി ഉള്ള ആൾക്കാരും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു വലിയൊരു ലോക സുവിശേഷീകരണത്തിനായി ഒരുങ്ങും. അത് ഉണർവ് എന്ന് ഞാൻ പറയുന്നില്ല, കാര്യം ഉണർവിൻ്റെ പ്രത്യേകത ശിഷ്യന്മാരാകുന്നത് മാത്രമേ ഉണർവിൻ്റെ ഭാഗമാകുകയുള്ളൂ. അല്ലാത്തവർ ഉണർവിൻ്റെ ഭാഗമല്ല, അവർ ഒരു ഭയങ്കര മാസീവ് ഇവാഞ്ചലൈസേഷൻ. മത്തായി സുവിശേഷം 24-14 നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചു, ലോകത്തിൻ്റെ അറ്റത്തോളം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടും. എന്തിനു വേണ്ടിയ? ജാതികളെ ശിഷ്യന്മാരാക്കുവാനല്ല, പകരം എല്ലാവർക്കും ഒരു സാക്ഷ്യത്തിനായി ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടും. അതിനെ തുടർന്ന് എന്ത് സംഭവിക്കും? ഈ സുവിശേഷത്തിൽ പറയുവാൻ പോകുന്ന ഇതാണ്, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാത്തവർക്ക് ഇനിയും ആകപ്പാടെയുള്ള അവസരം, നിങ്ങളുടെ ശരീരത്തിൽ 666 മുദ്ര ഏറ്റെടുക്കരുത്. കാര്യം ആ മുദ്ര ഏറ്റെടുത്താൽ നിങ്ങളുടെ ശരീരത്തിൽ ജനറ്റിക് മ്യൂട്ടേഷൻ നടക്കും. കുറച്ചും കൂടി കഴിയുമ്പോൾ അല്പം കൂടെ അതിനെക്കുറിച്ച് പറയാം. എങ്കിലും ആ വലിയ സുവിശേഷീകരണത്തെ തുടർന്ന് പലരും വിശ്വസിക്കും, കൃപയാൽ അല്ല അവർ രക്ഷിക്കപ്പെടുന്നത്. വീണ്ടെടുപ്പിന്റെ ഗാനം അവർക്ക് പാടുവാൻ അവകാശമില്ലാതാകും. എങ്കിലും അവരുടെ അങ്കികളെ കുഞ്ഞാടിന്റെ രക്തത്തിൽ വെളുപ്പിച്ചവരായി അവർക്കും ഒരു പദവിയുണ്ട് എന്ന് മറക്കല്ല. അതേസമയം ഇന്ന് ദൈവത്തിൻ്റെ ആ മനസ്സലിവിനെയും ദൈവത്തിൻ്റെ കൃപയും ഇത്ര വലിയ രക്ഷയും അഗണ്യമായി വിചാരിക്കുന്നവർക്ക് അന്ന് ബൈബിൾ പറയുന്നു വഞ്ചിക്കപ്പെടുവാൻ അധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് അവരവരെ തന്നെ വഞ്ചിക്കുകയും ഹൃദയത്തെ കഠിനപ്പെടുത്തുകയും ചെയ്യുന്നവർക്ക് അവസരമുണ്ടോ? വളരെ ചോദ്യമാണെങ്കിലും പലർക്കും അവസരമുണ്ടായിരിക്കും. ഇന്ന് അവരവരെ തന്നെ വഞ്ചിക്കുന്നവർക്ക് അന്ന് അവസരം കാണുമെന്ന് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടാണ്. എനിവേയ്സ്, ആ വലിയ സുവിശേഷ പ്രചരണത്തിൽ അനേകർ അവരുടെ ശരീരത്തിൽ, നെറ്റിയിലോ അവരുടെ കയ്യിലോ ആ മുദ്ര ഏൽക്കാതെ അവർ മാറി നിൽക്കും. അതിനെ തുടർന്ന് ഒരു വലിയ സംഘം, ആർക്കും എണ്ണിക്കൂടാൻ കഴിയാത്ത, ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് ദാറ്റ് നോ മാൻ കുഡ് നമ്പർ, ആർക്കും എണ്ണിക്കൂടാൻ കഴിയാത്ത വലിയൊരു സംഘം ഇതാ സിംഹാസനത്തിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നു. ഞാൻ ഇതിനിടയിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, അവർക്കിരിക്കുവാൻ സ്വാതന്ത്ര്യമോ അവകാശമോ ഇല്ലാത്ത സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാരെ കണ്ടു. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ they stood before the throne. മലയാളത്തിൽ അവർ കൊളോക്കിയൽ ഭാഷയിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ അല്പം കൺഫ്യൂസിങ് ആണെങ്കിലും മൂലഭാഷയിലും ഇംഗ്ലീഷിലും വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. അവർക്ക് ഇരിക്കുവാൻ പദവിയില്ല, നിൽക്കുവാൻ മാത്രമേ പദവിയുള്ളൂ. കഴിഞ്ഞ ആഴ്ച ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, 100-ൽ പരം ഗേറ്റ് വേ ലാംഗ്വേജസിൽ ഒരു ബൈബിൾ പരസ്യപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അച്ചടിച്ചാൽ അത് ലോകത്തിലുള്ള 6000-ഓളം ഡയലക്ട്സ് ആൻഡ് ലാംഗ്വേജസ് ഭാഷകളിലും അത് ലഭ്യമാകുവാൻ അതിന് സാധ്യതയുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞായിരുന്നു. അതിനെ തുടർന്ന് പറയട്ടെ, അതിൽ 26 ട്രാൻസ്ലേഷൻസ് ആർ എക്സ്ട്രീംലി ക്രിട്ടിക്കൽ, ഇൻക്ലൂഡിങ് മലയാളം ബൈബിൾ വരെ ഉൾപ്പെടെ വീണ്ടും തർജ്ജിമ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പിൻപിലെ കാര്യം, മലയാളം ബൈബിൾ മൂലഭാഷയിൽ നിന്നല്ല തർജ്ജിമ ചെയ്തത്, മറ്റ് ഭാഷയിൽ നിന്നാണ്. 2, മലയാളം ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യുമ്പോൾ അതിൻ്റെ കിങ് ജെയിംസ് വേർഷനിൽ ഉള്ള ആക്യുറസി ഇല്ലാതെ പല കാര്യങ്ങൾ ഒരു അത്യാവശ്യം സുവിശേഷം പ്രചരിപ്പിക്കുവാൻ ലഭിച്ച ഒരു ട്രാൻസ്ലേഷനായി മാത്രം കാണുന്നു. അതുകൊണ്ട് ഇന്നുള്ള ബൈബിൾ തെറ്റാന്നല്ല, എങ്കിലും അതിനേക്കാൾ ആക്യുറേറ്റ് ആയിട്ടുള്ള ലിറ്ററൽ ട്രാൻസ്ലേഷൻസ് പലതും ഇറക്കുവാൻ പരിശ്രമിക്കുന്ന ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ ശുശ്രൂഷയും നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് അല്പം കൂടെ ആഴത്തിൽ പഠിക്കുവാൻ നമ്മളുടെ ഭാഷയിൽ ലിറ്ററൽ ട്രാൻസ്ലേഷൻസ് കിങ് ജെയിംസ് വേർഷൻ പോലുള്ളതും, അതേസമയം സ്കോളർലി അല്ലാതെ നമ്മളുടെ ഓരോ ദിവസത്തെ ജീവിതത്തിന് ആവശ്യമുള്ള ഭാഷയ്ക്കനുസരിച്ച് വ്യത്യസ്ത ട്രാൻസ്ലേഷൻസ് ഇറങ്ങുന്നത് നമ്മൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ബൈബിളിൽ പറയുന്നു, ഇരിക്കുവാൻ പദവി ലഭിക്കാത്ത ചിലർ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവരായി പ്രത്യക്ഷപ്പെടും. അത് കഴിയുമ്പോൾ there will be a great deception. മനുഷ്യപുത്രൻ ഭൂമിയിൽ മടങ്ങി വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന അളവിൽ വിശ്വാസത്തിൻ്റെ ശൂന്യത വരുന്നത് പോലെ വലിയൊരു ഡിസെപ്ഷൻ, വലിയൊരു വിശ്വാസത്യാഗം സംഭവിക്കും. അതിനെക്കുറിച്ച് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം അധ്യായം 2-ാം ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ ബെൻ മെസ്റിച്ചിൻ്റെ പുസ്തകത്തെക്കുറിച്ചും അലൻ ഹൈനക്കിൻ്റെ ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ്, ഹൈബ്രിഡ്സ്,
ഹൈനെക്സ് സ്കെയിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. LA മാർസൂലിയുടെ റിസർച്ചിൽ വന്നിരിക്കുന്ന ചിപ്പ് ഇംപ്ലാന്റ്സിനെ കുറിച്ചും വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. കാറ്റൽ മ്യൂട്ടിലേഷൻസ് ആൻഡ് ഹ്യൂമൻ മ്യൂട്ടിലേഷൻസ് പലതിനെക്കുറിച്ചും കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ചു. വലിയൊരു വഞ്ചന വരും. നമ്മൾ ചിന്തിച്ചു, അന്യന്മാരുടെ സൈന്യത്തെ ഓടിക്കുവാൻ വിശ്വാസത്താൽ പഴയ നിയമത്തിൽ പലർക്കും സാധിച്ചെങ്കിൽ ഇന്നും ഈ ഭൂമിയിൽ നമ്മൾ വിശ്വാസത്താൽ ജീവിച്ചിരിക്കുന്നിടത്തോളം, വിശ്വാസത്തിൻ്റെ ആയുധം, ആ പരിച നമ്മുടെ കയ്യിലുള്ളിടത്തോളം ഈ ശക്തികൾക്ക് വരുവാൻ സാധിക്കുകയില്ല. അന്യന്മാരുടെ സൈന്യത്തെ ഓടിച്ചതുപോലെ നമ്മളുടെ പ്രാർത്ഥനയാൽ ഈ സ്വാധീനങ്ങൾക്ക് ഒരളവിൽ അധികം വരാൻ കഴിയാതെ കർത്താവ് അതിനെ മാറ്റിക്കളയും. ഞാൻ ഒരു വാക്യം ഇതിൻ്റെ ഇടയിൽ വായിക്കുവാൻ ആഗ്രഹിക്കുക. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 6ഉം 7ഉം 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ വിശ്വാസികൾ, സഭ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ശക്തികൾക്ക് വരാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുവാൻ 2 Thessalonians chapter number 2 verse number 6 and 7. അവൻ സമയത്തിനു മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. താങ്ക് യു. വഴിയിൽ തടുക്കുന്നവൻ നീങ്ങി പോകുമ്പോൾ, സഭ ഇവിടെ നെടുക്കപ്പെടുമ്പോൾ, ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെ, എന്ത് സംഭവിക്കും? വെളിപ്പെടേണ്ടിയവൻ വെളിപ്പെട്ടിരിക്കും. അധർമ്മത്തിന്റെ മൂർത്തി വെളിപ്പെട്ടിരിക്കും. ഇപ്പോഴതിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മമൂർത്തി വെളിപ്പെടുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ആ മർമ്മം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപേ മുതൽ, നൂറ്റാണ്ടുകൾക്ക് മുൻപേ മുതൽ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ആ വാക്യം ഉൾപ്പെടെ അതിൻ്റെ ആത്മാവ്, അതിൻ്റെ സിസ്റ്റംസ് പെതിയെ വേര് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മൂർത്തിയായവൻ, അധർമ്മത്തിൻ്റെ മൂർത്തിയായവൻ വെളിപ്പെടും. എപ്പോൾ വെളിപ്പെടും? ആ വലിയ വഞ്ചന എപ്പോഴാണ് വെളിപ്പെടുന്നത്? വഴിയിൽ നിന്നും തടയുന്നവൻ മാറിക്കഴിയുമ്പോൾ. മണവാട്ടി സഭയെ ഒരുക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് സഭയോട് ചേർന്ന ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ട് കഴിയുമ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, ഈ ഗ്രേറ്റ് ഡിസെപ്ഷൻ, ഈ വലിയ വഞ്ചനയിൽ ഈ വരുന്ന ശക്തികൾ അവർ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും ഒറ്റ ടെക്നോളജി അവർ മനുഷ്യർക്ക് കൊടുക്കുന്നില്ല. എങ്കിലും അവർക്കാകപ്പാടെയുള്ള റിസർച്ചിൻ്റെ എല്ലാം പിൻപിലെ ഒറ്റ രഹസ്യം ഇത്രയും മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു: ജനറ്റിക് മ്യൂട്ടേഷൻ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ആ മുദ്രയേൽക്കുന്നവർക്ക് ആർക്കും പിന്നെ നിത്യജീവൻ പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. കാര്യം എന്താണ്? കാര്യം ഇന്നുള്ള ടെക്നോളജിക്ക് സാധിക്കാത്തതുപോലെ ഒരു ടെക്നോളജി വരും. ആ മുദ്ര ശരീരത്തിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ആത്മാവിൽ അവന് പ്രവർത്തിക്കുവാൻ കഴിയാത്തതുപോലെ, മനുഷ്യനെ വെറും പ്രാകൃത രീതിയിൽ ആക്കുന്നത് പോലെ, ആത്മമനുഷ്യന്റെ ചലനങ്ങളെ ഇല്ലാതാക്കി കളയുന്നത് പോലെ ആ മുദ്രയ്ക്കകത്ത് ഒരു ടെക്നോളജി ഉണ്ടായിരിക്കും എന്നൊരു സാധ്യത അനേകർ പറയുന്നത് കേൾക്കുവാനിടയായി. ആ അളവിൽ ചിന്തിച്ചാൽ ശരിയാണ് കാര്യം. ആ ടെക്നോളജി വന്നു കഴിയുമ്പോൾ ഇന്ന് ഏത് ചിപ്പ് ഇംപ്ലാന്റ് ചെയ്താലും, ഇന്ന് ഏത് ടെക്നോളജി ഉപയോഗിച്ചാലും ശരീരത്തിൽ പല കാര്യങ്ങൾ ചെയ്യാമെങ്കിലും ആത്മതലത്തെ തൊടുവാൻ കഴിയാത്തതുപോലെ ഇന്നും ടെക്നോളജി വർദ്ധിക്കാതിരിക്കുമ്പോൾ, ടെക്നോളജി വർദ്ധിച്ച് ആ ചിപ്പ് ഇംപ്ലാന്റ് നടക്കുമ്പോൾ മനുഷ്യന്റെ ആത്മതലത്തെ തൊടുവാൻ മനുഷ്യൻ നെഫിലീം എന്നതുപോലെ ആത്മാവിന്റെ പ്രവൃത്തികൾ ഇല്ലാത്തവനായി, ആത്മാവ് മരിച്ചവനായി, ആത്മീയ പ്രവൃത്തികൾക്ക് ഉണർവില്ലാത്തവനായി മനുഷ്യൻ നെഫിലീമിനെ പോലെ, ഹൈബ്രിഡിനെ പോലെ മാറുവാനും, അങ്ങനെ ഒരിക്കലായി കഴിഞ്ഞാൽ പിന്നെ നിത്യജീവൻ പ്രാപിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാകിയാൽ വചനം വളരെ വ്യക്തമായി പറയുന്നു, ഒരിക്കലും ആ മുദ്ര ഏക്കരുത്. എങ്കിലും ആ വലിയ വഞ്ചനയുടെ മുൻപിൽ, വിശ്വാസത്യാഗത്തിന്റെ മുൻപിൽ വൃതന്മാരെ പോലും തെറ്റിക്കുവാൻ കഴിയുന്ന അത്ഭുതങ്ങളും ആത്മീയ പ്രവൃത്തികളും ചെയ്യുകയാൽ, കള്ളപ്രവാചകനും സ്പിരിച്വൽ എൻറ്റൈസ്മെന്റ്, ആത്മീയ ശക്തികൾ വരികയാൽ എന്ത് സംഭവിക്കും? പലരുടെയും വിശ്വാസം ഇല്ലാതായി പോകും. വിശ്വാസം കണ്ടെത്താത്തതുപോലെ വിശ്വാസം അസ്തമിച്ചു പോകും. വിശ്വാസത്യാഗം സംഭവിക്കും. അനേകർ ആ മുദ്ര ഏറ്റെടുക്കും. എതിർ ക്രിസ്തുവിൻ്റെയും ആ സമയം രംഗപ്രവേശനം ഉണ്ടായിരിക്കും. ഹൂ ഇസ് ദിസ് ആന്റി ക്രൈസ്റ്റ്? എതിർ ക്രിസ്തു ആരാണ്? എതിർ ക്രിസ്തു എന്നുള്ള വാക്ക് യോഹന്നാന്റെ ലേഖനത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. എങ്കിലും ദാനിയേൽ പ്രവചനത്തിൽ, തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ, വെളിപ്പാട് പുസ്തകത്തിലൊക്കെ ഈ എതിർ ക്രിസ്തുവിനെ കുറിച്ച് കാണുവാൻ സാധിക്കും. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള
ആ ആണ്ടിൽ എഡ്സോ ഓഫ് മോണ്ടിയ എന്നു പേരുള്ള സ്ഥലത്തു നിന്നും എഡ്സോ എന്നു പേരുള്ള വ്യക്തി ക്വീൻ ഗർബഗ ഓഫ് ഫ്രാൻസ് എന്ന പേരുള്ള രാജ്ഞിക്ക് ഒരു എഴുത്തെഴുതി. ആ എഴുത്തുമായി വളരെ സാമ്യമുള്ള മറ്റൊരു പുസ്തകം ഹ്യൂ ഗ്രിപ്ലിൻ ആ പേരുള്ള വ്യക്തി കൊപ്പിൻഡിയം തിയോളജിക്ക വെറാറ്റിസ് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി. ആ രണ്ട് പുസ്തകത്തിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഏറ്റവും അധികം എതിർ ക്രിസ്തു എന്നുള്ള ആശയം മെയിൻ ലൈൻ ക്രിസ്ത്യാനിറ്റിയിൽ വന്നിരിക്കുന്നത്. ദൈവവചനത്തിന്റെ വെളിച്ചത്തിലും സഭാപിതാക്കന്മാർ പഠിപ്പിച്ച അനേക പഠിപ്പീരുകളുടെ വെളിച്ചത്തിലും ഉള്ള വിശ്വാസത്തെക്കാൾ അധികം ഈ രണ്ട് ഡോക്യുമെന്റ്സിൽ നിന്നാണ് എതിർ ക്രിസ്തു എന്നുള്ള ആശയം പലരുടെയും മനസ്സിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരും വിശ്വസിക്കുന്നു ഇത് ഒരു വ്യക്തിയായി വെളിപ്പെടുമ്പോൾ 30 വയസ്സായിരിക്കും. കാര്യം ഈ രണ്ട് വ്യക്തികൾ എഡ്സോ എന്ന വ്യക്തിയും ഹ്യൂ ഗ്രിപ്ലിൻ എന്ന വ്യക്തിയും അവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് 30 വയസ്സുള്ളപ്പോൾ കർത്താവായ യേശു ഭൂമിയിൽ ശുശ്രൂഷയ്ക്കായി പരസ്യ ശുശ്രൂഷയ്ക്കായി വെളിപ്പെട്ടെങ്കിൽ ആ എതിർ ക്രിസ്തുവും 30 വയസ്സുള്ളപ്പോൾ വെളിപ്പെടും. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായി കർത്താവ് പ്രവർത്തിച്ചെങ്കിൽ പൈശാചിക ശക്തികളാൽ നിയന്ത്രിക്കപ്പെട്ടവനായി എതിർ ക്രിസ്തു വ്യാപരിക്കും. അങ്ങനെ പല ചിന്താഗതികൾ ആ പുസ്തകങ്ങളിൽ നിന്നും ആ എഴുത്തുകളിൽ നിന്നും വിശ്വസിക്കുന്നവരുണ്ടെങ്കിലും എതിർ ക്രിസ്തു എന്നുള്ളത് ഒരു 3 അളവിൽ ചിന്തിക്കുവാൻ സാധിക്കുന്നു. ഒന്ന്, ഇറ്റ്സ് എ സ്പിരിറ്റ്. ഇന്നും ദൈവത്തിന്റെ വിശുദ്ധന്മാർക്ക് വിരോധമായി അവരെ ഒടുക്കിക്കളയുവാൻ നിൽക്കുകയും, 2, അത്യുന്നതിന് വിരോധമായി സംസാരിക്കുകയും വമ്പ് പറയുകയും കാലങ്ങളെയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ നിൽക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയാണ്. ദൈവത്തിന്റെ സമയത്തിൽ നിന്നും ദൈവത്തിന്റെ ടൈം ടേബിളിൽ നിന്നും നമ്മളെ തെറ്റിച്ചു കളയുവാൻ നിൽക്കുന്ന ഒരു ശക്തിയാണ് എതിർ ക്രിസ്തുവിന്റെ ശക്തി എന്ന് മറക്കരുത്. അതൊരു സിസ്റ്റമായിരിക്കും. ഇന്നത്തെ കലണ്ടേഴ്സ്, ഗ്രിഗോറിയൻ കലണ്ടർ ഉൾപ്പെടെ പലതും സിസ്റ്റത്തെ തന്നെ മാറ്റിക്കളയുവാൻ വരുന്ന ശക്തികളുണ്ട് എന്ന് മറക്കല്ല. ദൈവത്തിന്റെ സിസ്റ്റം, ദൈവത്തിന്റെ കാലക്കണക്കുകൾ, ദൈവത്തിന്റെ ഋതം, ദൈവത്തിന്റെ കലണ്ടർ, അതിനെ മാറ്റിക്കളയുന്ന സിസ്റ്റംസ് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് മറക്കരുത്. നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ? ഐ ഡോണ്ട് തിങ്ക് സോ. എങ്കിലും മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിന്റെ കാലങ്ങളെയും സമയങ്ങളെയും മനസ്സിലാക്കാതിരിക്കുവാൻ, കാലങ്ങളെയും സമയങ്ങളെയും ഒക്കെ മാറ്റിക്കളയുവാൻ എതിർ ക്രിസ്തുവിന്റെ വ്യാപാരം, അധർമ്മമൂർത്തി വെളിപ്പെടുന്നതിന് മുൻപേ അവന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നത്, വർഷങ്ങൾക്ക് മുൻപേ, നൂറ്റാണ്ടുകൾക്ക് മുൻപേ മുതൽ വ്യാപരിക്കുന്നത് മനസ്സിലാക്കുവാൻ സാധിക്കും. എങ്കിലും അന്ത്യകാലത്തിന്റെ അവസാനമാകുമ്പോഴത്തേക്ക് ഇതിന്റെ സിസ്റ്റംസ് ടൈറ്റൻ അപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിസ്റ്റംസിന്റെ വെളിയിൽ ആർക്കും പോകുവാൻ കഴിയാത്ത, ഗവൺമെന്റുകൾക്ക് പോലും ഒരു ടൈറ്റ് ഗ്രിപ്പ് വരത്തക്കതുപോലെ സിസ്റ്റംസ് ഇതാ നമ്മളുടെ മീതെ ആധിപത്യം പുലർത്തുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ഒരു വ്യക്തിയായി വെളിപ്പെടും. ഏതൊരു മൂവ്മെന്റിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെ പോലെ, ഏതൊരു ഗവൺമെന്റിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെ പോലെ, ഏതൊരു ടെക്നോളജിയുടെ മുൻപിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെ പോലെ എതിർ ക്രിസ്തുവിന്റെ സിസ്റ്റത്തിന് മുൻപിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വവും വെളിപ്പെടുമെന്നുള്ളൊരു യാഥാർത്ഥ്യം ബൈബിൾ പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തടയുന്നവൻ വഴിയിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ എതിർ ക്രിസ്തു വെളിപ്പെടും. അവൻ വെളിപ്പെട്ട് കഴിയുമ്പോൾ മൃഗത്തിന്റെ മുദ്ര ശരീരത്തിൽ എടുക്കണം എന്നുള്ള നിർബന്ധമായി തീരും. ആർക്കും വിൽക്കുവാനും വാങ്ങുവാനും കഴിയാത്തതുപോലെ അത് ശരീരത്തിൽ ഏറ്റുകഴിഞ്ഞാൽ ശരീരത്തിന്റെ DNA മാത്രമല്ല, ആത്മമണ്ഡലത്തെ പോലും സ്വാധീനിക്കുവാൻ കഴിയുന്ന ടെക്നോളജി ഉണ്ടായിരിക്കും എന്ന് മറക്കരുത്. ഇന്ന് പല രീതികൾ ഡ്രഗ്സ് എടുത്തു കഴിഞ്ഞാൽ ആത്മതലത്തെ സ്വാധീനിക്കുവാൻ അതിൻ്റെ അകത്തൊരു ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നവരെന്നെ ശ്രദ്ധിക്കുന്നവർ. പലരും ആത്മതലത്തിലേക്ക് ഇറങ്ങുവാൻ മനസ്സിനെ സ്വാധീനിക്കുന്ന മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് പരിചയമുള്ളവർക്കറിയാം. മന്ത്രവാദങ്ങൾ ചെയ്യുവാൻ, ആഭിചാരങ്ങൾ ചെയ്യുവാൻ, അന്യശക്തികളെ ആവഹിക്കുവാൻ, പലതിനെയും പിടിച്ചെടുക്കുവാൻ, ചാരായം മുതൽ മനസ്സിനെ ഓൾട്ടർ ചെയ്യുന്ന പലതും ഉപയോഗിക്കുന്നവർ, പ്രത്യേകിച്ച് അല്പം കൂടെ ഡീപ്പ് ഒക്കൾട്ടിലേക്ക് പോകുമ്പോൾ മയക്കുമരുന്നുകൾ എടുത്ത് ആ മനസ്സിൽ നിന്നും ആത്മതലത്തിലേക്കുള്ള എൻട്രൻസിനെ തുറന്ന് എങ്ങനെയെങ്കിലും ആത്മതലത്തെ സ്വാധീനിക്കുവാൻ കഴിയുന്ന ചില വസ്തുതകൾ, ആഹാരത്തിൽ കൂടെ പോലും അത് സ്പിരിച്വൽ പവേഴ്സ്, ആത്മശക്തികളെ ഉപയോഗിച്ച് മനുഷ്യന്റെ ആത്മാവിനെ സ്വാധീനിക്കുവാൻ കഴിയുമെന്ന് ആത്മതലത്തെക്കുറിച്ച് പരിചയമുള്ള ആർക്കും പുതുമയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യൻ കൾച്ചറിൽ കൈവശം മുതൽ
പലതും പരിചയമുള്ളവരാണല്ലോ നമ്മുടെ സംസ്കാരത്തിലുള്ളവർ. അതുകൊണ്ട് ആത്മതലത്തെ സ്വാധീനിക്കുവാൻ ആഹാരത്തിൽ കൂടെ മാത്രമല്ല, ടെക്നോളജി അതിന് മുൻപിൽ വരും എന്ന് ബൈബിൾ വെളിച്ചത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ വരുന്ന ആ കാലത്തിൽ ടെക്നോളജി ഉപയോഗിച്ച് മനുഷ്യനെ ആത്മീയമായി ഒരിക്കലും ചലിക്കുവാൻ കഴിയാത്തതുപോലെ, ദൈവാത്മാവിന്റെ പ്രതികരണങ്ങൾക്ക്, ദൈവാത്മാവിന്റെ ചലനങ്ങൾക്ക് പ്രതികരിക്കുവാൻ കഴിയാത്തതുപോലെ മനുഷ്യന്റെ ആത്മാവിനെ സ്വാധീനിക്കുവാനായി ടെക്നോളജി ഒടുവിൽ പുറത്തു വരും. ഇന്ന് LSD, ഇന്ന് വ്യത്യസ്ത ഡ്രഗ്സ്, മൈൻഡ് ഇൻഫ്ലുവൻസിങ് ഡ്രഗ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ മാൻഡേറ്ററി ആയി, നിർബന്ധമായി ശരീരത്തിൽ ചിപ്പെടുത്ത് ആത്മതലത്തെ സമ്പൂർണമായി സ്വാധീനിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾക്ക് പ്രതികരിക്കുവാൻ കഴിയാതെ, ദൈവവചനത്തിന് പ്രതികരിക്കുവാൻ കഴിയാതെ പ്രാകൃത മനുഷ്യനായി മാറ്റിക്കളയുവാൻ ടെക്നോളജി വന്നിരിക്കും. എതിർ ക്രിസ്തു അത് നിർബന്ധമാക്കിയിരിക്കും. ദ ഡ്രാഗൺ, സർപ്പം, ആ ബീസ്റ്റ്, ആ മൃഗത്തിന് അധികാരം നൽകുകയും സർപ്പത്തിന്റെ അധികാരത്താൽ മൃഗം ആധിപത്യം നടത്തുകയും അവൻ മുദ്രയേൽപ്പിക്കുകയും പിന്നെ നിത്യജീവൻ അവകാശികളാകുവാൻ കഴിയാത്തതുപോലെ മനുഷ്യർ വിശ്വാസമില്ലാത്തവരായി, നെഫിലിംസ് എന്നതുപോലെ ആത്മീയ പ്രതികരണങ്ങളില്ലാത്തവരായി മാറും. ഒരു വലിയ വിശ്വാസത്യാഗം സംഭവിച്ചിരിക്കും. ഇന്നേ അതിനുള്ള തലങ്ങൾ ഒരുക്കുകയാണ് എന്ന് മറക്കരുത്. അതിനെ കണ്ടുണരുവാൻ സഭ തയ്യാറായെങ്കിൽ നമ്മൾ ധന്യരായിരിക്കും. എനിവേസ്, അത് കഴിയുമ്പോൾ, ആ അന്ത്യകാലം കഴിഞ്ഞ് സഭയെടുക്കപ്പെട്ട് അടുത്ത സീസൺ, അടുത്ത കാലം ആരംഭിക്കുമ്പോൾ അതിൻ്റെ അവസാനമാകുമ്പോഴത്തേക്ക് വളരെ വ്യക്തമായി പറയുന്നു, then shall the day of the Lord come. യഹോവയുടെ ദിവസം വന്നിരിക്കും. 2-3 വാക്യങ്ങൾ മാത്രം വായിച്ച് ഉണർവിന്റെ മെസ്സേജിലേക്ക് വേഗം വരട്ടെ. യെശയ്യാ പ്രവചനം 2-ാം അധ്യായം 12-ാം വാക്യം. Isaiah chapter number 2 and verse number 12 യഹോവയുടെ ദിവസത്തെക്കുറിച്ച് പറയുന്നു. സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർവവും ഉന്നതഭാവവുമുള്ള എല്ലാറ്റിന്മേലും നിഗളമുള്ള എല്ലാറ്റിന്മേലും വരും. യഹോവയുടെ ആ ദിവസം വരുന്നത് ആരുടെ മേലാണ് എന്ന് നമ്മൾ വായിച്ചു കഴിഞ്ഞു. അടുത്ത വാക്യം വായിക്കുവാൻ പോകുന്നു. ആമോസ് പ്രവചനം 5-ാം അധ്യായം 18-ാം വാക്യം. നമ്മൾ താഴ്മയുള്ളവരായി, ഹൃദയം നുറുങ്ങിയവരായി, ദൈവസന്നിധിയിൽ താഴ്ത്തുന്നവർ, നമ്മളെ തന്നെ ശോധന ചെയ്ത് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ക്രോധത്തിനായിട്ടല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. ക്രോധത്തിൽ നിന്നും ദൈവം നമ്മളെ പുറത്തെടുത്തു കഴിഞ്ഞു. ആമോസ് പ്രവചനം 5-ാം അധ്യായം 18-ാം വാക്യം. യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തു ഗുണം? അത് വെളിച്ചമല്ല, ഇരുട്ടത്രേ. യഹോവയുടെ ദിവസം എന്നുള്ളത് വെളിച്ചമല്ല, അത് ഇരുട്ടത്രേ. നമ്മളുടെ പ്രതീക്ഷയിൽ ദിവസം എന്നൊക്കെ പറയുമ്പോൾ സൂര്യൻ ഉദിക്കുകയും പ്രകാശം വർദ്ധിക്കുകയും ചെയ്യുന്നതാണല്ലോ നമ്മളുടെ ചിന്താഗതിയിൽ ദിവസം. ഇവിടെ പറയുക അങ്ങനൊന്നുമല്ല, അത് ഇരുളുള്ള സമയമാണ്, അത് പ്രകാശമല്ല, നമുക്കൊരു പ്രയോജനവുമില്ല. ക്രോധപാത്രമായിരിക്കുന്നവർക്ക് വേണ്ടി, ഉന്നതഭാവവും നിഗളവും ഉള്ളവർക്ക് വേണ്ടി, തങ്ങളെ തന്നെ താഴ്ത്താത്തവർക്ക് വേണ്ടി, ദൈവത്തിൽ ആശ്രയിക്കാത്തവർക്ക് വേണ്ടി ഉള്ളതാണ്. എവിടെയെങ്കിലും കർത്താവിൻ്റെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഓൾ ടെൻസ് ടു ദ എൻഡ് ഓഫ് ദ വേൾഡ്. ലോകാവസാനത്തെക്കുറിച്ച് പറയുന്നതാണ്, അല്ലാതെ അന്ത്യകാലത്തെക്കുറിച്ച് പറയുന്നതല്ല എന്നും ഒരു വാക്ക് ഓർപ്പിക്കട്ടെ. 2 പത്രോസ് 3-ാം അധ്യായം 10-ാം വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. കർത്താവിൻ്റെ ദിവസം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ലോകാവസാനമായിരിക്കും. അവിടെ കൊണ്ട് ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. എങ്കിലും ലോകാവസാനത്തെക്കുറിച്ചല്ല ഇപ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ വരുവാനുള്ള വലിയ ഉണർവ് എങ്ങനായിരിക്കും? ഞാൻ ആദ്യമേ പറഞ്ഞു, പ്രവാചകന്മാരുടെ ശബ്ദത്തിന്, പ്രവചിക്കുന്ന ശബ്ദത്തിന്, പ്രാർത്ഥനയുടെ ശബ്ദത്തിന്, നമ്മളുടെ വാക്കുകൾക്ക്, പ്രസംഗങ്ങൾക്ക്, prophetic utterances, prophetic messages, ശബ്ദമുയർത്തി സംസാരിക്കുന്ന വാക്കുകൾക്ക് അതിൻ്റെ പ്രസക്തിയും അതിൻ്റെ അർത്ഥവും അതിൻ്റെ അധികാരവുമുണ്ട്. ദൈവസന്നിധിയിൽ ഏറ്റവും അധികം പ്രയോജനപ്പെട്ട അനേക ദൈവദാസന്മാരുടെ ഇടയിൽ 2 വ്യക്തികളുടെ പേരെടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് പാസ്റ്റർ ഡേവിഡ് വിൽക്കേഴ്സൺ എന്നു പേരുള്ള കർത്താവിൻ്റെ ദാസൻ പ്രവചിച്ചു എന്ന് പറയുന്ന ഒരു ക്ലെയിം, അത് കരിസ്മ മാഗസിൻ പബ്ലിഷ് ചെയ്തത് നിങ്ങളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കരിസ്മ മാഗസിനിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് 1952 ഓർഡൈൻഡായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡേവിഡ് വിൽക്കേഴ്സൺ താൻ പറഞ്ഞൊരു ദൂതാണ്, ലോകമൊക്കെയും ബാധിക്കപ്പെടുന്ന ഒരു വലിയ ബാധ വരും. ആ ബാധയിൽ
ബാറുകൾ, സഭകൾ, ഗവൺമെന്റുകൾ അടയപ്പെടും. അത് കഴിയുമ്പോൾ വലിയൊരു ഉണർവുണ്ടായിരിക്കും. ആ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. താൻ മരിച്ചതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞു എങ്കിലും ഇന്ന് തൻ്റെ പ്രവചനത്തിൻ്റെ വാക്കുകൾ എന്നതുപോലെ ഒരു വലിയ ബാധ ലോകത്തിൽ വന്നു കഴിഞ്ഞു. അതിനെ തുടർന്ന് ബാറുകൾ, എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി മുഴുവൻ അടച്ചു. ഫോർ സം ടൈം ഓഫ് കോഴ്സ് സഭകൾ അടയപ്പെട്ടു. ഗവൺമെന്റുകൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയാത്തതുപോലെ, ഇക്കണോമി തകരുന്നതുപോലെ വലിയ സംഭവങ്ങൾ സംഭവിച്ചത് നമ്മൾ ദൃക്സാക്ഷികളാണ്. ഒരിക്കലും ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുവാൻ കഴിയാഞ്ഞിടത്ത് ഇങ്ങനെ പ്രവചനിക ശബ്ദത്തെ തുടർന്ന് ഇങ്ങനൊരു സംഭവം സംഭവിച്ചെങ്കിൽ തൻ്റെ പ്രവചനത്തിൻ്റെ തുടർന്നുള്ള ഭാഗവും ശ്രദ്ധിച്ചാലും താൻ പറഞ്ഞത് അതിനെ തുടർന്ന് വലിയൊരു അവേക്കനിങ്, ദ തേർഡ് ഗ്രേറ്റ് അവേക്കനിങ് സംഭവിച്ചിരിക്കും. ലോകത്തിലൊക്കെയും ഒരു വലിയ അവേക്കനിങ്, ഉണർവുണ്ടാകും. ആ ഉണർവിൽ ഏറ്റവും വലിയൊരു പ്രവൃത്തി ദൈവം ചെയ്തെടുക്കും എന്നുള്ള ദൂതുകൾ താൻ പറഞ്ഞത് കരിസ്മ മാഗസിനിൽ വായിക്കുവാൻ സാധിക്കും, ഓൺലൈൻ എഡിഷനിൽ വായിക്കുവാൻ സാധിക്കും. ഡേവിഡ് വിൽക്കേഴ്സന്റെ ദൂതുകൾ താൻ പറഞ്ഞതല്ല. കാര്യം താൻ പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകമോ ഒരു ട്രാക്റ്റോ ഒരു ലഘുലേഖയോ ഒന്നും കാണുവാനില്ല. അതുകൊണ്ട് താൻ പറഞ്ഞിട്ടില്ല എന്ന് വാദിക്കുന്നവരുമുണ്ട്. എനിവേസ്, ഞാൻ ഡിബേറ്റ് ചെയ്യുവാനല്ല, എങ്കിലും താൻ പറഞ്ഞു എന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കരിസ്മ മാഗസിന്റെ ഒരു റെഫറൻസ് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നെന്ന് മാത്രം. രണ്ടാമത്തെ ഒരു വ്യക്തി നിങ്ങളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പാസ്റ്റർ ബോബ് ജോൺസ് 2014 മെയ് മാസം 14 കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട പാസ്റ്റർ ബോബ് ജോൺസ് അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഒരു കർത്തൃദാസനാണ്. തൻ്റെ ദൂതുകൾ വളരെ ശക്തമായിരുന്നു. പാസ്റ്റർ ബോബ് ജോൺസിന്റെ ദൂതുകൾ ഇന്റർനെറ്റിൽ ലഭ്യമായിരിക്കും. താൻ പറയുന്ന ദൂതുകളിൽ 2-3 പ്രസക്തമായി ഉള്ളത് പറയുവാൻ ആഗ്രഹിക്കുന്നു. 3 ദൂതുകൾ ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, താൻ പറഞ്ഞു അമേരിക്കയുടെ ടെക്നോളജിയിൽ അതുവരെ ഇല്ലാതിരുന്ന ഒരു കാര്യം 1960-കളിൽ താൻ പറഞ്ഞു പിൽസ്, മരുന്നുകൾ കൊടുത്ത് അബോർഷൻസ് നടക്കുന്ന ടെക്നോളജി ഭൂമിയിൽ വന്നിരിക്കും. ഈ ഭൂമിയിൽ ആ ടെക്നോളജി വന്നു കഴിയുമ്പോൾ അടുത്ത തലം പൈശാചിക പ്രവർത്തികൾ ആരംഭിക്കുന്നതിൻ്റെ ഒരു അടയാളമായിരിക്കുമെന്ന് താൻ പറഞ്ഞു. താൻ അതോട് ചേർന്ന് പറഞ്ഞ മറ്റൊരു വാക്കും കൂടെ പറയട്ടെ. ഭൂമിയിൽ വരുവാനുള്ള വലിയൊരു ഉണർവും ഈ അബോർഷൻസും തമ്മിലൊരു ബന്ധമുണ്ട്. അബോർഷൻസ് നിൽക്കുന്നത് പോലെ ചില സംഭവങ്ങൾ നടക്കും. അപ്പോൾ ഉണർവിൻ്റെ ആരംഭങ്ങൾ ആരംഭിക്കും എന്ന് താൻ പറഞ്ഞത് അബോർഷൻസിനെയും റിവൈവലിനെയും വളരെ ശക്തമായി ബന്ധമുണ്ട്. ഒന്ന് നിന്നു കഴിയുമ്പോൾ അടുത്തൊന്ന് ആരംഭിക്കും എന്നുള്ളൊരാശയം താൻ പറഞ്ഞിട്ടുള്ളത് തൻ്റെ പ്രവചന ശബ്ദത്തിൻ്റെ പ്രധാനപ്പെട്ട അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു. രണ്ടാമത്തെ ഒരു ദൂത് പ്രസക്തമായി താൻ അനേക ദൂതുകൾ പറഞ്ഞിട്ടുള്ളതിൽ രണ്ടാമത്തെ ഒരു ദൂത് താൻ പറഞ്ഞത് ലോകത്തിൻ്റെ തേർഡ് വേൾഡ് കൺട്രീസ്, ചില രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞു, ചൈന ഉൾപ്പെടെ. താൻ പറഞ്ഞു തേർഡ് വേൾഡ് കൺട്രീസിൽ ആൾക്കാർ അവരുടെ കൈവെള്ളയിൽ കളർ ടെലിവിഷൻ സെറ്റുകൾ പിടിച്ചുകൊണ്ട് അമേരിക്കയിൽ നടക്കുന്ന മീറ്റിംഗുകൾ, അവർ ടെലിവിഷൻ സെറ്റുകളിൽ അവരുടെ കൈവെള്ളയിൽ പിടിക്കുന്ന ടെലിവിഷൻ സെറ്റുകളിൽ അവർ കാണുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. 1960-കളിൽ 70-കളിൽ CRT ടെക്നോളജി മാത്രമുള്ള വലിയ ടെലിവിഷൻ സെറ്റുകൾ മാത്രം ഭവനങ്ങളിലുള്ള LED സ്ക്രീനോ കണ്ടുപിടിക്കാത്ത മൊബൈൽ ഫോണിന്റെ ടെക്നോളജി ഇല്ലാത്ത സമയത്ത് താൻ വിളിച്ചു പറഞ്ഞു ഭൂമിയിൽ വലിയ ടെക്നോളജി വരാൻ പോകുകയാണ്. 3 ലോക രാജ്യങ്ങളിൽ, ചൈനയിൽ പ്രത്യേകിച്ചും വിയറ്റ്നാമിലും വ്യത്യസ്ത രാജ്യങ്ങളുടെ പേരെടുത്തു പറഞ്ഞു. ആൾക്കാർ വയലുകളിൽ കൃഷി ചെയ്യുന്നവർ, അധ്വാനിക്കുന്നവർ അവരുടെ കരങ്ങളിൽ കളർ ടെലിവിഷൻ സെറ്റുകൾ പിടിച്ച് അമേരിക്കയിൽ നടക്കുന്ന മീറ്റിങ്ങുകൾ, വർഷിപ്പുകൾ, ആരാധനകൾ അവർ കണ്ടിരിക്കും. അമേരിക്കയിൽ ഉണ്ടായിരുന്ന പലരും തന്നെ എഴുതിത്തള്ളി. നിന്റെ ഭാവന വലുതാണ്, വികാരങ്ങൾ, നിന്റെ ചിന്താഗതികൾ, നിന്റെ വിചാരങ്ങൾ, നിന്റെ ഇമാജിനേഷൻസ് ഭയങ്കരമാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും പോലെ മരുന്ന്, പിൽസ്, ടാബ്ലറ്റ് എടുത്ത് അബോർഷൻ നടത്താമെന്നോ ആർക്കും അംഗീകരിക്കുവാൻ സാധിച്ചില്ല. ഞങ്ങളുടെ അമേരിക്കൻ ടെക്നോളജിയിൽ വലിയ ടെലിവിഷൻ മാത്രമുള്ളപ്പോൾ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ചെന്നിട്ടും അന്നുമുണ്ടായിരുന്ന ടെക്നോളജി ചെറിയ LED സ്ക്രീൻ ഒന്നുമില്ലായിരുന്നു. അന്ന് ടെക്നോളജി ഇല്ലാത്തതിനെ കുറിച്ച് താൻ വെളിപ്പാട് കണ്ടിട്ട് പറഞ്ഞു അങ്ങനത്തെ ടെക്നോളജി വന്നിരിക്കും. ആൾക്കാർ പറഞ്ഞു നിന്റെ ഇമാജിനേഷനാണ്, ഇതിൻ്റെ അകത്ത് അതിനേക്കാൾ കവിഞ്ഞൊന്നുമില്ല. അനേകർ തന്നെ അന്നും അംഗീകരിച്ചില്ല. താൻ മൂന്നാമത്തെ ഒരു ദൂത് പറഞ്ഞു. താൻ പറഞ്ഞു 2020 ആകുമ്പോഴത്തേക്ക് ഒരു വലിയ ഉണർവിൻ്റെ ആരംഭിക്കും. കർത്താവ് എന്നോട് പറഞ്ഞു
താൻ ക്ലെയിം ചെയ്യുന്നത്. കർത്താവ് തന്നോട് പറഞ്ഞു പോലും, അത് ഇന്നൊന്നും പബ്ലിഷ് ചെയ്തല്ല, 2014 താൻ മരിക്കുന്നതിന് മുൻപ് അനേക പ്രാവശ്യങ്ങളിൽ താൻ പറഞ്ഞിട്ടുള്ളതാണ്. ഓഗസ്റ്റ് മാസം 8-ാം തീയതി 1975 തനിക്ക് ലഭിച്ച ദൂതനെ കുറിച്ചാണ് താൻ അതിനുശേഷം പല പ്രാവശ്യങ്ങളിൽ പറയുകയും, പിന്നത്തേതിൽ ടെക്നോളജിയിൽ റെക്കോർഡിംഗ് സിസ്റ്റം വന്നു കഴിഞ്ഞപ്പോൾ 2014 തൻ്റെ മരണം വരെ താൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ദൂതുകളാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഓഗസ്റ്റ് മാസം 8-ാം തീയതി 1975 തനിക്ക് ലഭിച്ച ദർശനമാണ്. 2020 ആകുമ്പോഴത്തേക്ക് വലിയൊരു ഉണർവ് ആരംഭിക്കും. ആ ഉണർവിൽ 100 കോടി ആത്മാക്കൾ ദൈവരാജ്യത്തിൽ വരുവാനുള്ള വലിയൊരു ഉണർവ് ആരംഭിച്ചിരിക്കും. പ്രവചന ശബ്ദമാണോ നമ്മളുടെ അടിസ്ഥാനം? നോ, ദൈവത്തിന്റെ വചനമാണെങ്കിലും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഓർപ്പിക്കട്ടെ, അസ്ഥികളോട് പ്രവചിക്കുവാൻ ഒരു എസെക്കിയേൽ പ്രവാചകനില്ലെങ്കിൽ, ജനത്തോട് മുൻപോട്ട് പോകുവാൻ പറയുവാൻ ഒരു മോശയില്ലെങ്കിൽ, ഒരു കരമുയർത്തുവാൻ മോശയുടെ കരമുയർന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതികളാണെങ്കിലും അത് നിവർത്തീകരിച്ചെടുക്കുവാൻ മാനപാത്രങ്ങളെ, ദൈവത്തിന്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധങ്ങളെ ദൈവം അന്വേഷിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ചില കാര്യങ്ങൾ മുൻപോട്ട് വരുമ്പോൾ പറയാം. എങ്കിലും പ്രവാചകന്മാർ പറഞ്ഞത്, പ്രവചന ശബ്ദം ഞാൻ ആവർത്തിക്കട്ടെ, ഇതാ ഭൂമിയിൽ ആകപ്പാടെ വലിയൊരു ചലനമുണ്ടാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആർക്കും നിർത്തുവാൻ കഴിയാത്തതുപോലെ വലിയൊരു കൊടിയ കാറ്റിനാൽ കാടപ്പക്ഷികളുടെ കൂട്ടം ഇസ്രായേൽ പാളത്തിലേക്ക് ദൈവം അയച്ചതുപോലെ ഇസ്രായേൽ പാളയത്തിൽ ഓരോരുത്തരെ കൈനീട്ടി പിടിക്കുവാൻ കഴിയുന്ന അകലത്തിൽ ഇതാ കാടപ്പക്ഷികളുടെ വലിയ കൂട്ടം പാളയത്തിനകത്തേക്ക് വന്നു കയറിയതുപോലെ കാട്ടുപ്രാക്കൾ സംഘങ്ങൾ കൂട്ടമായി ആലയങ്ങൾക്കകത്തേക്ക് വരുവാൻ ലോകമെമ്പാടും ഒരു വലിയ ഉണർവിനായി ദൈവത്തിന്റെ കൊടിയ കാറ്റ് എന്നതുപോലെ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വീശുവാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം തന്റെ ജനത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ there is a polarization. 2 വശത്തോട്ട് ആൾക്കാർ മാറുകയാണ്. ഒരു വശത്ത് നീതിമാൻ ഇനിയും അധികം നീതി ചെയ്യുവാനും, വിശുദ്ധൻ ഇനിയും തന്നെത്താൻ വിശുദ്ധീകരിക്കുവാനും, ആത്മനിറവുള്ളവർ ഇനിയും അധികം ആത്മാവിൽ നിറയുവാനും, ദൈവവചനം പഠിക്കുന്നവർ ഇനിയും അധികം അതിനുവേണ്ടി പ്രയോജനപ്പെടുവാനും പരിശ്രമിക്കുമ്പോൾ സമൂഹത്തിൽ ആരുടെ നേതൃത്വം അംഗീകരിക്കുമെന്ന് മനസ്സിലാക്കി നമ്മൾ നിൽക്കണം. മറ്റു ചിലർ മറ്റൊരു ധ്രുവത്തിലേക്ക് മാറും. പോളറൈസേഷനിൽ അശുദ്ധൻ ഇനിയും അധികം അശുദ്ധിയിലേക്കും, ദൈവഹിതമല്ലാത്ത കാര്യങ്ങളിലേക്ക് ഇനിയും അധികം പലരും മാറുമ്പോൾ ഇന്നെ ശ്രദ്ധിക്കുന്നവരോടൊരു ചോദ്യമുണ്ട്. വാട്ട് ഈസ് യുവർ റെസ്പോൺസ്? നിങ്ങളുടെ പ്രതികരണം എന്ത്? കർത്താവേ, ഉണർവിനായി പ്രയോജനപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഒരു പ്രശംസയ്ക്കും ഒരു പേരിനും ഒരു പ്രവർത്തിക്കും എൻ്റെ വ്യക്തിപരമായൊരു നേട്ടത്തിനല്ല, എങ്കിലും ദൈവരാജ്യത്തിനു വേണ്ടി നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവരവരെ താഴ്ത്തി ദൈവസന്നിധിയിൽ അവരുടെ ഹൃദയങ്ങൾ ഒരുക്കുവാൻ, ഓരോ ദിവസവും മാനസാന്തരപ്പെടുവാൻ, അവരുടെ ക്രൂശ് എടുത്ത് നടക്കുവാൻ, ദൈവത്തിന്റെ വിശുദ്ധിക്കനുസരിച്ച് വചനത്തിന്റെ പ്രമാണമനുസരിച്ച് വചനത്തിൽ നടക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ പറയട്ടെ, ചിലരെ ദൈവത്തിന്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധങ്ങളായി ഈ ഉണർവിനായി ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു വശത്ത് അകൃത്യം പെരുകുകയാൽ സ്നേഹം നഷ്ടപ്പെട്ടും, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടും ദൈവകൃപയിൽ നിന്നും പിന്മാറുന്നവരായി പലരും പോകുമ്പോൾ നമ്മളുടെ ശ്രദ്ധ എന്തിലേക്ക്? മറ്റുള്ളവരുടെ അകൃത്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ ആദ്യ സ്നേഹവും ദൈവസ്നേഹവും ദൈവകൃപയും വിട്ട് പലരും പിന്മാറും. പകരം എൻ്റെ ശ്രദ്ധ ഞാൻ ദൈവത്തിലും ദൈവവചനത്തിലും ദൈവപ്രവൃത്തിയിലും ദൈവദാസന്മാർ പ്രയോജനപ്പെടുന്നവരിലും ആകട്ടെ എന്നുള്ള ശ്രദ്ധയെ മാറ്റുവാൻ ചിലർ തയ്യാറായെങ്കിൽ അവിടെയാണ് വഴിത്തിരിവിൻ്റെ അടിസ്ഥാനം എന്ന് മറക്കരുത്. ചിലർ അധികം നന്മയിലേക്ക്, അധികം നല്ലതിലേക്ക് തിരിയുവാൻ, മാതൃക സ്വീകരിക്കുവാൻ ദൈവത്തിന്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുന്നവരുടെ ജീവിതത്തിനനുസരിച്ച് അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നമ്മളും ആ തട്ടിലാകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് മറക്കരുത്. ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെ, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് ദൈവം പറഞ്ഞെങ്കിൽ, യേശു കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യം. ദൈവത്തിന്റെ വചനത്തിന് വലിയ അർത്ഥവും വലിയ ആഴവും വലിയ പ്രവൃത്തിയും ഉള്ളതിനാൽ ഈ വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ
എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. Praise the Lord. നമ്മൾക്കുള്ള വാഗ്ദത്തം, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ള വാഗ്ദത്തം നമ്മൾക്കുള്ളതാണെങ്കിലും അതിനേക്കാൾ ആഴമേറിയ ഒരു വാഗ്ദത്തം സഭയ്ക്കുന്നുണ്ട്. അന്ത്യകാലത്തൊരു മുൻമഴയായി, ഒരു പിന്മഴയായി സകല ജഡത്തിന്റെ മേലും വ്യാപരിക്കുന്ന ഒരു പകർച്ച മാത്രമായിട്ടല്ല, പകരം ശിഷ്യന്മാരുടെ കൂട്ടമായി, കാത്തിരിക്കുന്നവരുടെ കൂട്ടമായി, സഭയായി, വ്യക്തികളായി കടന്നു വന്നാൽ ഇന്ന് നമ്മൾക്കൊരു വാഗ്ദത്തമുണ്ട്. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കുന്നവൻ നമ്മളുടെ കൂടെയുണ്ട്. 120 പേർ കൂടി വന്നിരുന്നിടത്ത് അവർ ഇരുന്ന മുറിയെ നിറയ്ക്കുന്നത് പോലെ, ഒരു സ്വിമ്മിംഗ് പൂളിൽ വെള്ളം നിറയുന്നത് പോലെ അവർ ഇരുന്ന സ്ഥലത്തെ നിറച്ചെങ്കിൽ ആത്മാവിന്റെ സ്നാനം അവിടെ സംഭവിച്ചതുപോലെ ഇന്ന് നമ്മളായിരിക്കുന്ന ഭവനങ്ങളിൽ, നമ്മളായിരിക്കുന്ന മുറികൾക്കകത്ത് ഒരുപക്ഷേ ആൾക്കാരുടെ ഇടയിൽ, തിങ്ങി നിൽക്കുന്നവരുടെ ഇടയിൽ തന്നെ ഞാനാണെങ്കിലും അതിൻ്റെ നടുവിൽ എനിക്ക് ചുറ്റും ഒരു കുക്കൂൺ എന്നതുപോലെ എനിക്ക് ചുറ്റും ഒരു അന്തരീക്ഷം, പ്രാർത്ഥനയുടെ, ഏകാഗ്രതയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്താൽ എനിക്ക് ചുറ്റും പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പകർച്ച, ഒരു സ്നാനം തരുവാൻ ഇന്നും ദൈവത്തിന്റെ കരങ്ങൾ നമ്മൾക്ക് വേണ്ടി അനുകൂലമാണ് എന്ന് മറക്കരുത്. യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞത് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കുന്നവൻ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന് വാക്ക് പറഞ്ഞവൻ നമ്മൾ ആയിരിക്കുന്നിടത്ത് ഇന്ന് നമ്മുടെ നടുവിൽ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കുവാൻ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. 120 പേർ ഒരുമിച്ച് വന്നിരുന്നിടത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പകർച്ച, അഗ്നിസ്നാനം, ആത്മാവിന്റെ അഭിഷേകവും ആത്മാവിന്റെ സ്നാനവും സഭയ്ക്കകത്ത് നടന്നെങ്കിൽ ഇന്നും കൂടി വരുന്നിടത്ത് ആ സ്നാനങ്ങൾ നടന്നിരിക്കും. മാത്രമല്ല, ഇനിയും അധികം കഴിയുന്നതിന് മുൻപേ കൂടി വരുവാനുള്ള അവസരങ്ങൾ ദൈവം മടക്കി തരുമ്പോൾ ആ കൂടിവരവുകൾ അലക്ഷ്യമായി എണ്ണാതെ നമ്മളുടെ കൂടിവരവുകൾ, കൂട്ടായ്മകളിൽ ആത്മാവിന്റെ സ്നാനത്തിന്റെ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ആത്മസ്നാനത്തിനായി ദാഹിക്കുന്നവരുണ്ടോ? ആത്മാവിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. സഭകളെ മാത്രമല്ല, ഒരിക്കൽ മോശയുടെ മേലുള്ള ആത്മാവിനെ എടുത്ത് 70 പേരുടെ മേൽ പകർന്ന ദൈവത്തിന്റെ പ്രവർത്തികളെ കാണുവാൻ സാധിക്കും. പാളയത്തിലായിരുന്നവരുടെ മേലും കൂടാരത്തിനരികിൽ വന്നവരുടെ മേലും ഒരുമിച്ച് പകർന്നതുപോലെ. ഹല്ലേലൂയ. പാളയത്തിലായിരിക്കുന്നവരോട് എന്ന് പറയട്ടെ, ഭവനങ്ങളിലായിരിക്കുന്നവരോട് പറയട്ടെ, മോശയുടെ ആത്മാവിനെ എടുത്ത് 70 പേരുടെ മേൽ പകർന്നപ്പോൾ 2 പേർ അവരുടെ കൂടാരങ്ങളിൽ, അവരുടെ ഭവനങ്ങളിൽ, അവരുടെ പാളയത്തിൽ അവർ ആയിരുന്നിടത്ത് അവരുടെ മേൽ ആത്മാവിനെ പകർന്നെങ്കിൽ ഇന്ന് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ മേലും ശ്രദ്ധിക്കുന്ന ഓരോരുത്തരുടെ മേലും ആത്മാവിന്റെ അഭിഷേകവും അഗ്നിയുടെ അഭിഷേകവും പകരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്നും ചിലരുടെ മേൽ പകരുവാൻ ആത്മാവിനാലും അഗ്നിയാലും അഭിഷേകം ചെയ്യുന്നവൻ നമ്മുടെ നടുവിലുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടോ? അവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഒരുക്കമുള്ള ചിലർക്ക് വേണ്ടി കർത്താവ് അത് ചെയ്യും. ഒരുപക്ഷെ ഒരുങ്ങാതിരിക്കുന്ന ചിലരുണ്ടോ? നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അറിഞ്ഞ് അതിനുവേണ്ടി ഒന്ന് പ്രതികരിച്ചാൽ ഒരിക്കൽ 40 രാപകലുകൾ ഹോരേ പർവ്വതത്തിന്റെ മുകളിൽ ദൈവ സാന്നിധ്യത്തിനായി, സ്പർശനത്തിനായി വന്ന മോശയുടെ മേൽ പകരപ്പെട്ട ആത്മസാന്നിധ്യം പോലെ ചിലരുടെ മേൽ പകരുമ്പോൾ കുതിരപ്പുറത്ത് നട്ടുച്ചയ്ക്കുള്ള സൂര്യന്റെ പ്രകാശത്തെ വെല്ലുന്ന ആ പ്രകാശത്തിന് മുൻപിൽ നിലംപരിചായ ശൗലിനെ പോലെ ചിലരുടെ മുൻപിൽ ആത്മാവിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ ഇന്നും ദൈവത്തിന് സാധിക്കും എന്ന് ചിലർ വിശ്വസിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. കാത്തിരുന്നവരുടെ മേൽ ആത്മാവിനെ പകർന്നു, കരം വെച്ചവരുടെ മേൽ ആത്മാവിനെ പകർന്നു. ഒരു വാക്യം കൂടെ വായിച്ച്, 1-2 വാക്യങ്ങൾ കൂടെ വായിച്ച് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 44-ാം വാക്യം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. പത്രോസ് പറയുന്ന വാക്കുകൾ കേട്ടവരുടെ മേൽ അവർ കാത്തിരിക്കുകയായിരുന്നോ, അതോ അവരുടെ മേൽ കൈവച്ചോ? അല്ല, ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, കാത്തിരിക്കുന്നവരായിരിക്കും. ഒരുപക്ഷെ കൈയും വെച്ച് കാണുമെങ്കിലും ആത്മാവിൽ ഇവിടെ വായിക്കുന്ന വാക്കിന്റെ പ്രസക്തി ചിലർ മനസ്സിലാക്കണം. പറയുകയാണ്, പത്രോസ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ ശബ്ദം അവരുടെ കാതുകളിൽ വീണപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറിയയുടെ വന്ദന സ്വരം എലിസബത്തിന്റെ കാതുകളിൽ വീണപ്പോൾ ഉള്ളിൽ പിള്ള തുള്ളിയതുപോലെ
പത്രോസിന്റെ ശബ്ദം കേട്ടപ്പോൾ അവരുടെ മേൽ ആത്മാവ് വീണതുപോലെ ഇന്ന് ശബ്ദം കേൾക്കുവാൻ, വചനം ശുശ്രൂഷിക്കുമ്പോൾ അത് ശ്രവിക്കുവാൻ കാതുകൾ ശ്രദ്ധയോടെ ദൈവസന്നിധിയിൽ സൂക്ഷിക്കുന്നവരുണ്ടോ? ശബ്ദം കേൾക്കുമ്പോൾ ചിലരുടെ മേൽ ആത്മാവ് വന്നിരിക്കും. ഹല്ലേലൂയ. കേൾക്കുന്നവരുടെ മേൽ ദൈവപ്രവർത്തിക്കായി ആത്മാവ് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒടുവിൽ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുക. എന്തിനാണ് ദൈവം തന്റെ ആത്മാവിനെ പകരുന്നത്? ശിഷ്യന്മാരാക്കുവാൻ. ബി ഡിസൈപ്പിൾസ്. ജീവിതത്തിൽ ആരാധനാലയത്തിൽ വരുമ്പോൾ മാത്രമല്ല, ഭവനത്തിലായിരിക്കുമ്പോഴും കൃത്യനിഷ്ഠയോടെ ആത്മീയ കാഴ്ചപ്പാടോടുകൂടെ ഇന്റർനെറ്റിൻ്റെ ഓരോ വെബ്സൈറ്റുകൾ ചെക്ക് ചെയ്യുമ്പോഴും, ഓരോ ഇമെയിൽ അയക്കുമ്പോഴും, ഓരോ വാട്സാപ്പ് മെസ്സേജ് നോക്കുമ്പോഴും, ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴും, ഓരോ ഫോൺ കോളിലും, ഓരോ നിമിഷവും ഒരു കാര്യം ദൈവത്തിന് പറയാനുള്ളത്. ആലയത്തിൻ്റെ അകത്ത് വരുമ്പോൾ, മറ്റുള്ളവരുടെ മുൻപിൽ മൈക്ക് പിടിച്ച് നിൽക്കുമ്പോൾ, ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ എന്നിട്ട് സാക്ഷ്യം പറയുമ്പോൾ, മറ്റുള്ളവരുടെ മുൻപിൽ പാട്ടുപാടുമ്പോൾ മാത്രമല്ല, ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ എൻ്റെ ശിഷ്യനായിരിക്കണം. കാര്യം ശിഷ്യന്മാരെ ചേർക്കുവാൻ, സഭയെ ചേർക്കുവാൻ കർത്താവ് വീണ്ടും വരാൻ, വേഗം വരാൻ സമയം. ഒറ്റ വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സഭയുടെ മേൽ ആത്മാവിനെ പകരുന്നത് എന്തിന്? ഒരുക്കമുള്ള ഒരു മണവാട്ടിയെ, ഒരുക്കമുള്ള ഒരു സഭയെ, ഒരുക്കമുള്ള ശിഷ്യന്മാരെ, ഒരുക്കമുള്ള ചിലതിനെ ഉണർവിനായും വരവിനായും ഒരുക്കുവാൻ. വായിച്ചാട്ട് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 27-ാം വാക്യം. കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും ഹല്ലേലൂയ. തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തുവാൻ വചനമാകുന്ന വെള്ളത്താൽ വെടിപ്പാക്കുകയും, ഞാൻ പറയട്ടെ, ആത്മാവിന്റെ സ്നാനത്താൽ, ആത്മശക്തിയാൽ നിറച്ച് വെടിപ്പുള്ള, വാട്ടവും മാലിന്യവും ഇല്ലാത്ത, അതിലൊക്കെ ഉപരി നിഷ്കളങ്ക എന്ന് മാത്രമല്ല, പകരം തേജസ്സുള്ള ഒരു സഭയായി നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് ചിലർ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഉണർവിനായി എന്നെ ഉപയോഗിക്കണം. ആരും എൻ്റെ പേര് അറിഞ്ഞാലും ഇല്ലെങ്കിലും, ആരെൻ്റെ ഫോട്ടോ കണ്ടാലും ഇല്ലെങ്കിലും, ആരെന്നെ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും, ഞാൻ ആരുടെ മുൻപിൽ വലിയ വ്യക്തിയാണെങ്കിലും അല്ലെങ്കിലും, ഇറ്റ് റിയലി ഡസൻറ്റ് മാറ്റർ. എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, വരുവാനുള്ള ഉണർവിൽ എനിക്കൊരു പങ്കുണ്ടായിരിക്കണം. വരുവാനുള്ള ആ വലിയ ഉണർവിൽ എന്നെ കർത്താവ് ഉപയോഗിക്കണം. മാത്രമല്ല, അങ്ങയുടെ വരവിനായി എന്നെ ഒരുക്കണം. ഒരു വാക്കിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ്. അനേക പ്രവാചകന്മാരിൽ കൂടെയും അങ്ങയുടെ വചനത്തിൽ കൂടെയും ഓരോ ദിവസങ്ങൾ തോറും സംസാരിച്ചു വരുന്ന ദൈവത്തിൻ്റെ ശബ്ദം ഞങ്ങളെ ശ്രവിക്കുവാൻ ഭാഗ്യം തന്നതിനാൽ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കുവാൻ, ക്രമീകരിക്കുവാൻ അങ്ങയുടെ ശബ്ദത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ ഒരുക്കപ്പെട്ടവരായി, കർത്താവേ, അങ്ങയുടെ വരവിനായും വലിയൊരു ഉണർവിനായും ഒരുക്കപ്പെട്ട മാനപാത്രങ്ങളായ ഞങ്ങളുടെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധങ്ങളായി മാറുവാൻ ഇതാ ഞങ്ങൾ സഭയായി, വ്യക്തികളായി ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ വചനം ശ്രദ്ധിച്ച ഏവരെയും കർത്താവ് ശക്തമായി അനുഗ്രഹിക്കണം, മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ.